നമുക്ക് ഒരു വചനം വായിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അതിനെ ആധാരമാക്കി അല്പനിമിഷം ധ്യാനത്തിന് അവസരം വേർതിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 8:35 മുതൽ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവങ്ങളോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം. വചനധ്യാനത്തിന് ഇങ്ങനെ ഒരു രാത്രി അങ്ങ് സംജാതമാക്കിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാത്രി ശുശ്രൂഷ ഇന്നിവിടെ പര്യവസാനിക്കും. പക്ഷെ അങ്ങയുടെ പ്രവൃത്തികൾക്ക് ഒരിക്കലും അവസാനമില്ലല്ലോ കർത്താവേ. ആ വലിയ മഹത്തരമായ ആധികാരികമായ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കാതുകൂട്ടിച്ച് ഹൃദയം തുറന്ന് ഇരിക്കണം. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഏകദേശം 5000 മൈൽ നീളത്തിലും 4000 മൈൽ വീതിയിലും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങളെ മുഴുവൻ കയ്യാളിക്കൊണ്ട് ആധുനിക യൂറോപ്പിനെ ഏതാണ്ട് അപ്പാടെ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ട് ഒരു സാമ്രാജ്യം നിലനിന്നിരുന്നു. അതിൻ്റെ പേര് റോം എന്നായിരുന്നു. റോമിൻ്റെ ക്യാപിറ്റൽ സിറ്റിക്കും റോം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് ആധുനിക ഇറ്റലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ടൈബർ നദിയുടെ തീരത്ത് റോമുലസ് എന്ന പേരായ ഒരു മനുഷ്യൻ ഈ നഗരം പണി കഴിപ്പിക്കുന്നു. അയാൾ പൂർവ്വകാലത്ത് വേട്ടയ്ക്ക് കാട്ടിലെത്തുമ്പോൾ എങ്ങനെയോ കൈവിട്ടുപോയെന്നും ചെന്നായ അദ്ദേഹത്തെ വളർത്തി പരിപാലിച്ചെന്നും ഒക്കെ ഉള്ളൊരു കഥയുണ്ട്. ടൈബർ നദിയുടെ തീരത്ത് റോമുലസ് പണി കഴിപ്പിച്ച പട്ടണം എന്ന അർത്ഥത്തിലാണ് റോമ എന്ന് ആ പട്ടണത്തിന് പേര് വരുന്നത്. റോമ എന്ന പദം കേൾക്കുമ്പോൾ ബൈബിൾ വായിക്കുന്ന നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഓർമ്മ വരണം. ഒന്ന്, വിശാലമായൊരു സാമ്രാജ്യത്തിൻ്റെ പേരായിരുന്നു റോമ. 2, ആ വിശാല റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ പേര് റോമ പട്ടണം എന്നായിരുന്നു. 3-ാമത്തെ കാര്യം, ആ സ്ഥലത്ത് നമ്മുടെ ഒരു സഭ നിലനിന്നിരുന്നു. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം എന്ന് കേൾക്കുമ്പോൾ ആ പട്ടണത്തിൽ ആരാധനയ്ക്കായി സന്നിഹിതരായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാക്കണം. വായന ഭാഗത്ത് പ്രധാനമായി കാണാൻ കഴിയുന്ന കാര്യം, അപ്പോസ്തലൻ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോസ്തലൻ തൻ്റെ ഒരു സ്റ്റാൻഡ്, ഒരു കാഴ്ചപ്പാട് അദ്ദേഹമായിരിക്കുന്ന പരിസ്ഥിതിയുടെ ആധികാരികത വ്യക്തമാക്കുകയാണ്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന വോളണ്ടിയേഴ്സ് ശാന്തരായിട്ടിരുന്നാട്ടെ, അവനെ കാറ്റിഷ്ടമുള്ളിടത്ത് ഊതിക്കുള്ളൂ. ഇനി അങ്ങല്ല അവിടെ ഇരുന്നോ, നിങ്ങൾ സംസാരിക്കുകയും ചെയ്യില്ല കേട്ടോ. പലയിടത്ത് വോളണ്ടിയേഴ്സിനെ ശാന്തമാക്കാനോ വലിയ പാട്. ഞാൻ കഴിഞ്ഞൊക്കെ ഒരു യോഗത്തിന് പറഞ്ഞു, വോളണ്ടിയേഴ്സ് ദയവായിട്ട് അകത്തൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ റോമ സാമ്രാജ്യം, റോമ പട്ടണം
റോമ സഭ എന്നിങ്ങനെ 3 കാര്യങ്ങൾ ഓർക്കണം. അത് അപ്പോസ്തലൻ ഒരു കാഴ്ചപ്പാട് പ്രസിദ്ധീകരിച്ചു, ഒരു നിലപാട് വ്യക്തമാക്കി. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? അതിലേക്ക് ഒരു 7 വിഷയങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. നാം കേൾക്കുന്ന പോലെ കഷ്ടതയും പട്ടിണിയും ആപത്തും വാളും ഒക്കെ ഈ 7 കാര്യങ്ങൾ. എന്നിട്ട് അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെപ്പോലെ തൻ്റെ ജനതയെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള പ്രവചന വാക്യമെടുത്ത് അതൊരിക്കൽ കൂടി സ്ഥിരീകരിച്ചിട്ട് ഒരു 10 കാര്യങ്ങൾ കൂടി കൊണ്ടുവരുന്നു. ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ഒന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നത്. ഞാൻ ഈ 17 കാര്യങ്ങളും വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അതിനു വേണ്ടി ഒരു സമയമെടുക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുവാൻ പ്രാർത്ഥന നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഇരുമ്പ് പല്ലുള്ള, അങ്ങനെ കാർക്കശ്യ ബുദ്ധിയുള്ള കുഞ്ഞെ വീണ്ടും അതായിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഇരുമ്പ് പല്ലുള്ള കാർക്കശ്യ ബുദ്ധിയുള്ള, വളരെ ആധികാരികമായി തന്നെ ഒരു പ്രജാസമൂഹത്തെ നിയന്ത്രിച്ചു പോരുന്ന സാമ്രാജ്യ വ്യവസ്ഥിതിയുടെ പേരാണ് റോം. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഏകാധിപത്യ പ്രവണതയോടെ തെറ്റ് ചെയ്യുന്നവർക്ക് വധശിക്ഷ ഉൾപ്പെടെ അതിക്രൂരമായ ശിക്ഷകൾ കൊണ്ട് നിയമം നടപ്പിലാക്കി പോന്ന ഒരു രാജ്യം. ബ്രിട്ടൻ ഒരു കാലത്ത് എന്തായിരുന്നുവോ ആ ബ്രിട്ടൻ്റെ പോലും പ്രവർത്തന പദ്ധതിയുടെ അതിരൂപങ്ങൾ നിങ്ങൾക്ക് റോമൻ സാമ്രാജ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ റോമാ സാമ്രാജ്യം വളരെ അച്ചടക്കത്തിൻ്റെ ഇരുമ്പ് പല്ലുകൾ കൊണ്ട് കടിച്ചു കുടഞ്ഞ നിരവധി പ്രാണനുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തന്നെ ചില ഗുണങ്ങളും ആ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. അതിലൊന്നാണ് അവർ യാത്ര അഥവാ ഗതാഗതത്തിനും മനുഷ്യജീവിതത്തിൻ്റെ വികസനോന്മുഖമായ കാഴ്ചപ്പാടുകൾക്കും പരിഗണന കൊടുത്ത ഒരു രാജ്യമാണ്. ഏറ്റവും നിലവാരമുള്ള റോഡുകൾ അക്കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു രാഷ്ട്രമാണ് റോം. നല്ല റോഡുകൾ, ആ റോഡുകൾ കല്ലുകൾ കീറി ഉറപ്പിച്ച് വണ്ടി, മൃഗം കെട്ടിവലിക്കുന്ന വണ്ടികൾ, അതുപോലെ കാൽനട യാത്രക്കാർ, അവർക്കൊക്കെ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റിയ അന്തരീക്ഷം സംജാതമാക്കി. ഈ റോഡുകൾ മിക്കപ്പോഴും വന്നു ചേരുന്നത് റോമാ പട്ടണത്തിലിരിക്കും. അങ്ങനെ എല്ലാ റോഡും റോമിലേക്ക് എന്നൊരു പഴമൊഴി തന്നെ ചരിത്രത്തിൽ രൂപപ്പെട്ടു. റോഡുകൾക്കിരുവശവും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കാൽനട യാത്രക്കാർക്കും എവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരന്തരീക്ഷം റോമിലുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കരമാർഗമുള്ള ഗതാഗതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറുവശത്ത് വളഞ്ഞിരിഞ്ഞു കിടക്കുന്ന കടൽ തീരങ്ങളെ കനാലുകൾ വെട്ടി ഏകീകരിച്ച് യാത്ര എളുപ്പമാക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്ത് അതുവഴി പോകുന്ന കപ്പലുകളും വള്ളങ്ങളും അതിലെ മത്സ്യബന്ധ സംവിധാനങ്ങളുമൊക്കെ ഏറ്റവും സുഗമമായി നടക്കത്തക്ക വിധം റോം വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു ഭരണവ്യവസ്ഥിതി നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. ഒരു കാര്യം കൂടി റോമിനെ കുറിച്ച് പറയാം. മണ്ണുത്തി എന്ന ഈ പ്രദേശത്ത് ഏറ്റവും അടുത്ത് തൃശ്ശൂർ ജില്ലയുടെ ആസ്ഥാനമൊക്കെ ഉണ്ടല്ലോ. ആ തൃശ്ശൂർ ജില്ലയുടെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന കോടതികളുണ്ടല്ലോ. CJM കോടതി മുതൽ സെഷൻസ് കോടതി വരെ, ജില്ലാ കോടതി വരെ നമുക്കവിടെയുണ്ട്. തൃശ്ശൂരിലെ കോടതികളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷ, സാങ്കേതിക പദങ്ങൾ പണ്ട് റോമക്കാർ ഉപയോഗിച്ച അവരുടെ കോടതിയിലെ അതേ പദങ്ങളാണ്. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിനും 63 വർഷം മുമ്പ് രൂപവൽക്കരിച്ച് ഏകദേശം 1800 വർഷങ്ങൾ നീണ്ടുനിന്ന റോമൻ സാമ്രാജ്യം ആ നാട്ടിൽ നടപ്പിലാക്കിയ
ജുഡീഷ്യറി എത്രമാത്രം ജനകീയമായി എന്നറിയാൻ ഇതാ ഈ ഡിജിറ്റൽ യുഗത്തിൽ അവർ ജുഡീഷ്യറിയിൽ പാകിയ പദങ്ങൾ കൃത്യമായി നിലകൊള്ളുന്നു. ഹേബിയസ് കോർപ്പസ് എന്നൊരു പദം ഇട്ടിട്ടുണ്ട്. ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അയാളെ എവിടെയെന്ന് കണ്ടെത്താൻ ഗവൺമെൻറ്റിന് ഓർഡർ കൊടുക്കാൻ ഒരു ഹർജി നമ്മൾ കൊടുക്കും കോടതിക്ക്. അതിൻ്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യണം, കാണാനില്ല, അതാണ് അതിൻ്റെ വിവക്ഷ. ഈ ഹേബിയസ് കോർപ്പസ് എന്ന പദം ലാറ്റിനാണ്. ലാറ്റിൻ റോമാക്കാരൻ്റെ ഭാഷയാണ്. നിങ്ങൾ ഒരു കേസുമായി കോടതിയെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേര് പറയും. ഈ കേസ് കൊടുത്ത ആളിന് ഒരു പേര് പറയും, ലോക്കസ് സ്റ്റാൻഡി. അത് ലാറ്റിൻ വേർഡാണ്, റോമൻ ഭാഷയാണ്. കോടതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് പ്രതിക്ക് പറയാനുള്ളതും വാദിക്ക് പറയാനുള്ളതും. അതായത് കക്ഷിക്കും എതിർകക്ഷിക്കും പറയാനുള്ളത് കോടതി കേട്ടിരിക്കണം. അതിന് ഒരു സാങ്കേതിക സംജ്ഞയുണ്ട്, ഒരു പ്രയോഗമുണ്ട്. ഓഡി ആർട്ടം പാർട്ടം, യു ഷുഡ് ബി ഓഡിബിൾ ടു ബോത്ത് സൈഡ്. രണ്ട് വശവും നിങ്ങൾ കേൾക്കണം. അതാണ് ജഡ്ജിയുടെ, മജിസ്ട്രേറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നോക്കണേ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് കൊടുത്ത ആൾ പറയുന്നതും കേൾക്കണം, ചട്ടയിട്ട് മുണ്ട് കൊടുത്ത് വഴിയെ പോകുന്നവൻ പറയുന്നതും കോടതി കേട്ടേ പറ്റൂ. രണ്ടു വശവും കേൾക്കണം. മനസ്സിലായില്ലേ? കേസ് കൊടുത്ത ആൾ പറയുന്നതും കേൾക്കണം, കേസിൽ പ്രതിയായവൻ പറയുന്നതും കേൾക്കണം, എന്നിട്ട് വിധി കൽപ്പിക്കണം. ഈ സാങ്കേതിക സംജ്ഞകൾ ഒക്കെ ഉണ്ടായത് എവിടുന്നാണ്? ഈ റോമിൽ നിന്നാണ്. അവർ റോമൻ കോടതികൾ ലോകപ്രസിദ്ധമായിരുന്നു. അതിനു മുമ്പേ കോടതികളുടെ രൂപങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ലോകത്തെ ഇത്രയും സ്വാധീനിച്ച മറ്റൊരു രാഷ്ട്രമില്ല ആ അർത്ഥത്തിൽ. ഇനിയും റോമക്കാരെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കണം. ഇവിടെ 3 തരത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. പൗരാണിക റോമിൽ 3 തരം മനുഷ്യരുണ്ടായിരുന്നു. ഒന്ന് സമൂഹത്തിലെ ഉന്നതരായ അതിസമ്പന്നരായ ആളുകളായിരുന്നു, വലിയ ധനാഢ്യന്മാർ. ഇവരുടെ പ്രത്യേകത, നാട്ടുരാജാക്കന്മാർക്ക് പണം കൊടുത്തും കടം കൊടുത്തുമൊക്കെ അവരെ സഹായിക്കാൻ കഴിയത്തക്ക വിധം സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട അതിസമ്പന്നരായിരുന്നു. നമ്മുടെ അദാനിയെ പോലെ, അംബാനിയെപ്പോലെ, അസിം പ്രെംജിയെപ്പോലെ ഒക്കെയുള്ള, ബിൽഗേറ്റ്സിനെ പോലെ ഒക്കെയുള്ള വലിയ വലിയ ആളുകൾ. അവരെ ഒരു സാങ്കേതിക പദം കൊണ്ട് വിളിച്ചിരുന്നു. റോമൻ ചരിത്രത്തിൽ അവരെ വിളിക്കുന്ന പേര് പെട്ടീഷ്യൻസ് എന്നായിരുന്നു. പെട്രീഷ്യന്മാർ. ഇനിയുമുണ്ട് മറ്റൊരു കൂട്ടർ, പ്ലീബിയൻസ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഒരു ജനവിഭാഗം. അവരും സമ്പന്നരാണ്, വേണ്ടത്ര സാമൂഹ്യ പരിഗണന അവർക്കുണ്ട്. പക്ഷെ പെട്രീഷ്യനോളം സമ്പത്തില്ല, പെട്രീഷ്യനോളം പ്രാപ്തിയില്ല. ഏതാണ്ട് പെട്രീഷ്യൻ്റെ വളരെ താഴെ സാമ്പത്തിക സ്ഥിതി നല്ല നിലയിലുള്ള റോമിലെ പൗരന്മാർ. ഇവരെ 2 കൂട്ടരെ പൗരന്മാരായി പരിഗണിച്ചു വരുമ്പോൾ ഇതിലൊന്നും പെടാത്ത മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേര് ഡൂലോസ് എന്നായിരുന്നു. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബൈസ്കൂളുകൾക്കും നമ്മുടെ OMൻ്റെ ഒരു കപ്പലിനുമൊക്കെ ആ പേരുണ്ടായിരുന്നു. ആ പേരിൻ്റെ അർത്ഥം അടിമ എന്നാണ്. ബഹുവചനം ഡൂലോയ് എന്ന് പറയും. അപ്പോൾ 3 തരം ആളുകൾ, പെട്ടീഷ്യനുണ്ട്, പ്ലീബിയനുണ്ട്, ഡൂലോസ് ഉണ്ട്. ഇത് 3ഉം നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യ വ്യവസ്ഥ. മറ്റൊരു കാര്യം കൂടി, ഇതിലേറ്റവും അംഗസംഖ്യ കൊണ്ട് കൂടുതൽ ഈ ഡൂലോസ് ആയിരുന്നു, അടിമകളായിരുന്നു. എങ്ങനെയാണ് അവർ അംഗസംഖ്യ വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ, തൊട്ടടുത്തടുത്ത രാജ്യങ്ങൾ റോമൻ സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ തങ്ങളിലേക്ക് ചുക്കുമ്പോൾ ഈ സ്വത്തുവകകളും വസ്തുക്കളുമൊക്കെ കണ്ടുകെട്ടി സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെയുള്ള മനുഷ്യരെ അടിമകളാക്കി വിലപേശി വിൽക്കുമായിരുന്നു. റോമിൽ അടിമകളെ വിറ്റഴിക്കാൻ ചന്തകളുണ്ടായിരുന്നു. ആ ചന്തകളുടെ തിരക്ക് നിമിത്തം ആളുകൾ കയറുന്ന വഴിയെ ആളുകളെ വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. 2 വഴിക്കാണ്. നമ്മൾ സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന പോലെ ഇന്നും ഔട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കിടക്കുന്ന വാതിലുണ്ട്, പുറത്തേക്ക് കിടക്കാൻ വാതിലുണ്ട്. അപ്പോൾ അകത്തേക്ക് കിടക്കുന്ന ആ വാതിലിന് അഗരാസോ, അകത്തേക്ക് ആളിനെ കയറ്റുന്ന പ്രക്രിയയ്ക്ക് അഗരാറ്റ്സോ എന്ന് പറഞ്ഞു വന്നു. അതിൽ നിന്നാണ് വീണ്ടെടുപ്പ് എന്ന പദം നമ്മുടെ വിശുദ്ധ ബൈബിളിൽ കടന്നിരിക്കുന്നത്. ഇനി മറ്റൊരു രസകരമായ കാര്യം, അടിമയെ വിലക്ക് വാങ്ങിക്കൊണ്ട് ചന്തയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു പേര് പറയും യക് അഗരാസോ. ഇവിടെ നിന്ന് പുറത്തേക്ക് വിൽക്കുക. അങ്ങനെ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പരിതസ്ഥിതിയിൽ ഇത് ആരുടെ അടിമ ഇത് തിരിച്ചറിയാൻ യജമാനന്റെ മുദ്ര ഈ ആളിൻ്റെ പുറത്ത് ഒരു ഇരുമ്പ് പഴിപ്പിച്ച് അതുകൊണ്ട് മുദ്രയടിക്കുന്ന പതിവുണ്ടായിരുന്നു. കന്നുകാല ശരീരത്ത് അടയാളം ഇടുന്നത് പോലെ ഈ മുദ്ര
അടിച്ച ശേഷം ഇതെന്റെ അടിമയാണ് എന്ന് ബോധ്യം വരത്തക്ക വിധം തെരുവിൽ വിൽക്കാൻ ഉടുക്കും. പുതിയ ഉടമ ഇയാളെ വാങ്ങിക്കഴിയുമ്പോൾ പഴയ അടയാളം മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു ഇരുമ്പ് ചട്ടിയിൽ തീ നിറച്ചിട്ട് ആ ഇരുമ്പ് ചട്ടി ശരീരത്തിൽ വെച്ച് പൊള്ളിച്ച് ആ പാട് മാറ്റി പുതിയ ഒരു പാട്, ഒരു മുദ്ര അവന് വെച്ചു കൊടുക്കും. ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് പേരുകെട്ട ഒരു ജീവിത വ്യവസ്ഥ റോമിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇത്തരം പരിസ്ഥിതിക്കിടയിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു കഥാപാത്രം റോമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചും ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട്, കഥയല്ല സംഭവ കഥയാണ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. സന്തോഷമല്ലേ? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ ആ മനുഷ്യന്റെ പേര്, റോമിലെ ഒരു ഡൂലോസിന്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പാർട്ടക്കസ് എന്നാണ്. ചരിത്രം പഠിക്കുന്ന കുട്ടികൾ ഈ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്പാർട്ടക്കസ്. ആരായിരുന്നു സ്പാർട്ടക്കസ് എന്നറിയണ്ടേ? ആരോഗ്യ ദൃഢഗാത്രനായ ഒരു റോമൻ അടിമയായിരുന്നു സ്പാർട്ടക്കസ്. ആള് നല്ല ശരീരമുണ്ട്, വടിവത്ത ശരീരമാണ്, സുന്ദരനാണ്, സുമുഖനാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, മഹാഭീരുവാണ്, വലിയ പേടിത്തൊണ്ടനാണ്. നല്ല ശരീരമുണ്ട്, ആ ആള് നല്ല സുമുഖനാണ്, കരുത്തനാണ്, പക്ഷേ പേടിത്തൊണ്ടനാണ്. പക്ഷേ ഇയാൾക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. എന്താണ് ആ ഗുണം എന്ന് ഞാൻ പറയാം. റോമിൽ പ്രായമായ അടിമകളുടെ അവസ്ഥ അത്യന്തം ഖേദകരമായിരുന്നു. കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കണം, പക്ഷേ ജോലി എടുക്കാൻ ത്രാണിയില്ല. അപ്പോൾ ഒരു യജമാനന് ഇവർക്ക് ഭക്ഷണം കൊടുത്തു മടുത്തു പോകും. അതുകൊണ്ട് ഇവർക്ക് പണി ഇരട്ടിയാക്കി കൊടുക്കും. ഇരട്ടിയാക്കി കൊടുക്കുന്നത് എന്തിനെന്നാൽ ഈ പണി ചെയ്ത് പ്രായമുള്ള മനുഷ്യൻ മരിച്ചു വീഴണം. അതാണ് കണക്ക്. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള കഴിഞ്ഞ ജോലി. ഇതൊക്കെ മനസ്സിലാക്കിയ റോമിലെ ചെറുപ്പക്കാർക്ക് യജമാനന്മാരോട്, പെട്രീഷ്യന്മാരോട്, പ്ലീബിയൻസിനോട് കടുത്ത വിരോധം അതല്ലിയിരുന്നു. അക്കാലത്ത് ഈ സ്പാർട്ടക്കസ് എന്ന മനുഷ്യന് ഒരു വ്യത്യാസം. അയാൾ എന്ത് ചെയ്തു എന്ന് അറിയണ്ടേ? ഈ പ്രായമുള്ള മനുഷ്യർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ഇവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് പറയും, ഞാൻ താങ്കളുടെ ജോലി കൂടി ചെയ്യാം, താങ്കൾ വിശ്രമിച്ചോളൂ. എന്നിട്ട് ഈ കല്ല് ചുമന്നും വടി പണിതും ഏൽപ്പിച്ച ജോലി കൂടുതലായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നന്ദി കൊണ്ടും പ്രായമുള്ള മനുഷ്യർ സ്പാർട്ടക്കസിനെ ബഹുമാനിച്ചു തുടങ്ങി. തൻ്റെ ഈ വാർദ്ധക്യത്തിൽ തന്നെ സ്നേഹിച്ച ഒരു മകനെ പോലെ ആളുകൾ കണ്ടു. ക്രമേണ ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ ആളുകൾക്കിടയിൽ ഒരു ചർച്ചാവിഷയമായി. മാന്യൻ, സുമുഖൻ, സുന്ദരൻ, ആ കൂടെ അന്തസ്സുള്ള പ്രവൃത്തിയോടെ സ്പാർട്ടക്കസ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത ആളുകൾക്കിടയിൽ പരന്നു. അപ്പോൾ ഒരു കാര്യമുണ്ടായി. എന്താണെന്നോ? സ്പാർട്ടക്കസ് എല്ലാ ആളുകളുടെയും ആദരവ് പിടിച്ചു പറ്റുന്നു. റോമിലെ സ്ത്രീകൾക്ക് സ്പാർട്ടക്കസിന് കേൾക്കുമ്പോൾ ബഹുമാനം, റോമിലെ ചെറുപ്പക്കാർക്ക് ആവേശം. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ സ്പാർട്ടക്കസിനെ അനുകരിക്കാൻ തുടങ്ങി. അയാളെപ്പോലെ വേഷം ധരിക്കുക, അയാളെപ്പോലെ പെരുമാറുക, എന്നിട്ട് അയാൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ ജോലി എളുപ്പത്തിൽ ലഘൂകരിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സ്പാർട്ടക്കസ് എഫക്റ്റ് ആളുകൾക്കിടയിൽ രൂപപ്പെട്ടു. ഇത് യജമാനന്മാരറിഞ്ഞു. കാരണം അടിമകൾ ശുദ്ധീകരിക്കപ്പെടും, അവർക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവർ സംസ്കാരവിത്തരായി മാറുന്നു, ഐക്യത രൂപപ്പെടുന്നു, അവർ തിന്മകളോട് വിട പറയുന്നു. അതിന് അവരെ പ്രേരിപ്പിക്കാൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എഴുന്നേറ്റിരിക്കുന്നു. സ്പാർട്ടക്കസ് ഈ പേര് റോമിലെ പെട്രീഷ്യന്മാരെ അമ്പരപ്പിച്ചു. അവർ നേരിടാൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരം തെരുവിധിയിൽ ഒരുപറ്റം പ്രയാളികൾ സംഘടിച്ച് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, ആരാണ് ഈ സ്പാർട്ടക്കസ്? മറുപടി അമ്പരപ്പിക്കുന്നതായിരുന്നു. ഓരോ വീട്ടിൽ നിന്നും ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, മക്കളെ സംസാരിക്കല്ലേ, ഞാനിതെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി വരിക, ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഏകാഗ്രത പോത്താണ് വിഷയം. സ്തോത്രം. അപ്പോൾ ഓരോ കുടിലുകളിൽ നിന്നും ചെറുപ്പക്കാർ പുറത്തേക്ക് വന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ഞാനാണ് സ്പാർട്ടക്കസ്, ഞാനാണ് സ്പാർട്ടക്കസ്, ഞാനാണ് സ്പാർട്ടക്കസ്. എന്തിനാണെന്ന് അറിയണ്ടേ? യഥാർത്ഥ സ്പാർട്ടക്കസിനെ രക്ഷിക്കാൻ, പ്രായച്ചിത്തമായി മരിക്കാൻ തയ്യാറായി ചിറങ്ങി വന്നു. അത് ഈ മനുഷ്യനെ ധീരനാക്കി മാറ്റി. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ, സ്വന്തം പ്രാണൻ കളയാൻ ചില തയ്യാറെടുത്തപ്പോൾ ഇയാൾ ശക്തനും കരുത്തനുമായി മാറാൻ അത് കാരണമായി. അവിടെ കൊണ്ട് തീർന്നില്ല.
ഈ സംഘടിത ബോധത്തെ തകർക്കാൻ റോം പിന്നെ ചെയ്യുന്നത് കുറെ കൂടി കുശാഗ്രബുദ്ധിയോടെ കുടിലമായൊരു തന്ത്രമായിരുന്നു. ചെറുപ്പക്കാർ സ്പാർട്ടക്കസിനെ പോലെ അയാൾ സ്ഥിതി മാറും, അതിന് പരിഹാരമുണ്ട്. ഇതുവരെ നടപ്പിലാക്കിയ നയം മാറ്റി യുവാക്കൾക്ക് നല്ല ആഹാരം കൊടുത്തു, ആയോധന കലകളിൽ പ്രാവീണ്യം കൊടുത്തു. എന്നിട്ട് അടുത്തതാണ് രസം. ഗോതയിൽ പരസ്പരം ആക്രമിച്ച് മരിക്കാൻ പന്തയക്കളരിയിലേക്ക് ഇവരെ കൊണ്ടുവന്നു. അങ്ങനെ മൽപ്പിടുത്തത്തിൻ്റെ, ഏറ്റുമുട്ടലിൻ്റെ, ആയോധന കലയുടെ ഒരു അരങ്ങ് റോമിലെങ്ങും സജീവമായി. എന്ന് വെച്ചാൽ എൻ്റെ അടിമയം കൊണ്ട് ഞാൻ വരുന്നു, നിങ്ങൾ നിങ്ങളുടെ അടിമയുമായി ചന്തയിലേക്ക് വരുന്നു, പൊതുസ്ഥലം വാടകയ്ക്കെടുക്കുന്നു, എന്നിട്ട് ബെറ്റ് വെക്കുന്നു, എൻ്റെ അടിമയും നിങ്ങളുടെ അടിമയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വിജയം വരിച്ചാൽ നിങ്ങൾ എനിക്ക് പൊൻപണം തരേണ്ടി വരും, മറ്റു പാരിതോഷികങ്ങൾ തരേണ്ടി വരും, എൻ്റെ അടിമയ്ക്ക് വേണ്ട ശരീര പരിരക്ഷ ചെയ്യേണ്ടി വരും, അടിമയെ ഹരം കൊള്ളിക്കാൻ സുന്ദരിമാരായ പെൺകുട്ടികളെ സ്റ്റേജിലിരുത്തും. നീ ജയമെടുത്താൽ, എന്നെ ജയിപ്പിച്ചാൽ ഇത്തരമൊരു പെൺകുട്ടി, ഒന്നോ രണ്ടോ പെൺകുട്ടികളെ നിനക്ക് ഭാര്യയായി കിട്ടും. മദ്യം നിറച്ചു വച്ചിരിക്കുന്ന കൊപ്പകൾ, മനോഹരമായ ആകർഷണീയ വസ്തുക്കൾ, ഇതൊക്കെ ഇവന് കൊടുത്ത് ഹരം കയറ്റിക്കൊണ്ട് ഇവനെ ഏറ്റുമുട്ടാൻ പ്രേരിപ്പിച്ചു. പെട്ടെന്ന് രാജ്യത്ത് നിലനിന്നിരുന്ന അന്തരീക്ഷം മാറി. അവർ മദ്യപിക്കാൻ തുടങ്ങി, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു. മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മൃഗങ്ങളോട് ഏറ്റുമുട്ടാൻ ചെറുപ്പക്കാരെ പറഞ്ഞുവിട്ടു. പരിശീലനം സിദ്ധിച്ച കാളക്കുത്തനെ കൊമ്പിൽ പിടിച്ച് നിലത്തടിച്ച് ജയമെടുക്കണം. പല ഘട്ടങ്ങളിലും കാളക്കുറ്റൻ ഇത്തരം മനുഷ്യരെ കൊന്ന് കൊമ്പ് കുത്തിക്കയറ്റി മലർത്തി ഈ മനുഷ്യന്റെ ശരീരവുമായി ഇതുവഴി ഓടുമ്പോൾ കാണികൾ ഹർഷാരവത്തോടെ കൈയടിക്കും. തൻ്റെ മുന്നിലേക്ക് ചിരിപ്പാഞ്ഞു വരുന്ന ഒരു കാളയെ മലർത്തിയടിക്കാൻ കേൾപ്പില്ലെന്നറിഞ്ഞിട്ടും വലിച്ച ആ കഞ്ചാവിൻ്റെയോ അന്നത്തെ പ്രാകൃതമായ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെയോ ഉപയോഗിച്ച മദ്യത്തിൻ്റെയോ കരുത്തിൽ ഇങ്ങനെ സ്വയം മരണം തിരഞ്ഞെടുക്കാൻ സന്നദ്ധരായി നിരവധി ചെറുപ്പക്കാർ റോമിലെങ്ങും വന്നപ്പോൾ സ്ഥിതിഗതികളാകെ മാറി. ഇതാ സമാധാനം നിലനിന്നിരുന്ന റോമിൽ എല്ലായിടത്തും മദ്യവും മയക്കുമരുന്നും തിന്മകളുടെ വിളനിലമായി. ആ സാമ്രാജ്യത്തിൽ അടിമകൾ മാറി. ചിലരൊക്കെ പാതി വഴിയിൽ മരിച്ചു, ചിലരൊക്കെ ഇത്തരം മൃഗങ്ങളെ കുത്തേറ്റ് മരിച്ചു. അപ്പോസ്തലൻ ഇതിനെ പൂരിപ്പിക്കുന്ന ഒരു വചനം പറയുന്നുണ്ട്. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമായിരുന്നില്ല. മാനുഷികമായ ഇത്തരം മൃഗയുദ്ധങ്ങളുടെ ഗോതയിൽ മറ്റൊരു യുദ്ധം അപ്പോസ്തലൻ പ്രഖ്യാപിച്ചു. നമുക്ക് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും എന്ന് പറഞ്ഞുകൊണ്ട് മറുവശത്ത് സമാന്തരമായി അദൃശ്യ ലോകത്ത് ഒരു യുദ്ധം നടന്നു. റോമിലെ അടിമകളുടെ യുദ്ധമൊക്കെ പാതിവഴിയിൽ തകർന്നപ്പോൾ 2000 തടായി ഇരുട്ടിന്റെ ശക്തികളോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അജയ്യമായി മുന്നേറുന്ന സമാന്തരമായ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. ഇന്ന് രാത്രി ആ മാർഗത്തെയും അതിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവിനെയും ഉലകത്തിന്റെ രക്ഷകനായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ വിളംബരം ഞങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. സ്പാർട്ടക്കസ് എന്ന പേര് കേൾക്കുമ്പോൾ റോമൻ ഭരണകൂടത്തിന്റെ ജന്മിമാരുടെ പ്രമാണി വർഗത്തിന്റെ ഇരിപ്പിടം തകരുമ്പോൾ, അവർ അടിമുടി വിറയ്ക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന പേര് കേൾക്കുമ്പോൾ എന്നാണ് സകൽ മുഴങ്കാലും എന്റെ മുമ്പാകെ മടങ്ങും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ക്രൂശിൽ ജയമെടുത്ത നസ്രായനായ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഉലകത്തോട് നമുക്ക് ആവർത്തിക്കാം. മറ്റൊരുവരിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല. മനുഷ്യരാശി വിമോചനം പ്രാപിക്കാൻ ഒരൊറ്റ നാമം, യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമം ഈ രാത്രി ജയമെടുക്കുമ്പോൾ ഈ മണ്ണുത്തികൾ പരിതസ്ഥിതിയെ മുഴുവൻ അവൻ മാറ്റിമറിച്ചിരിക്കും. അടിമുടി ദേശത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അജയ്യമായ ശക്തി യേശുവിന്റെ ശക്തിയാണ്. ഏത് തകർച്ചയിലും അർപ്പതിക്കപ്പെട്ടു പോയ മനുഷ്യനെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന, മരണത്തിന്റെ മാരക വിഷമുലെ വലിച്ചൂരി തകർക്കാൻ കഴിയുന്ന, ഇരുട്ടിന്റെ ശക്തികളുടെ തലവിളർത്തി ജയപേരി മുഴക്കാൻ കഴിയുന്ന രണധീരനായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുത്തെ പാദസ്പന്ദനമേറ്റുകൊണ്ട് ആ ശബ്ദം
കേൾക്കാൻ കഴിയുന്ന കാതുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശബ്ദം കേൾക്കാതെ ഒരാളെങ്കിലും ദൈവപദ്ധതിക്ക് പുറത്തുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ മഹത്തര രക്ഷയ്ക്ക് കാരണഭൂതനെ മോശ മരുഭൂമിയിൽ പിച്ചറുപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തി കട്ടിക്കൊണ്ട് നമുക്ക് ആവർത്തിക്കുക. അങ്ങ് മാത്രം രക്ഷകൻ, അങ്ങ് മാത്രം വീണ്ടെടുപ്പുകാരൻ. നിന്റെ 33 തിരുവയസ്സിലെ പുണ്യാഹ രക്തത്തിൽ ഞങ്ങൾക്ക് അതിക്രമങ്ങൾ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. സ്പാർട്ടക്കസിന്റെ കഥ ഒരല്പം കൊണ്ടുണ്ട് പറയാം. ഹല്ലേലൂയ. ആ കൊച്ചുമക്കളും ഉണ്ടായിരുന്നേ അവിടെ. ആ പച്ച ഒരു രക്ഷ ഉണ്ടാവില്ല. രക്ഷ കർത്താവിക്കിട്ടുള്ളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നു, പരിപാടിയൊന്നും നടക്കില്ല. ഉണ്ടോ 3 കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധ ഓടിക്കുന്നുണ്ടോ? അവള് ആ തങ്കമ്മ ഇങ്ങോട്ട് നോക്കിയിരി. ലിസി ഇങ്ങോട്ട് നോക്കിയിരി. മകളെ, ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നവൻ ഞാനെന്നറിഞ്ഞുകൊള്ളുക. മകനെ, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ഞാൻ അങ്ങോട്ട് വരാൻ പോവാ ശുശ്രൂഷിക്കാൻ. കണ്ടോ, സഹോദരിമാരെല്ലാം മാനസികാവസ്ഥ ഒത്തിരി മാറിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണം. അസ്വസ്ഥത വരല്, ഏകാഗ്രത നഷ്ടപ്പെടരുത്, ശ്രദ്ധിച്ചിരിക്കണം. കുഞ്ഞിനെ അവിടെ പോയിരിക്കുന്നത്, കുഞ്ഞിനീ കസരിക്കുമ്പോൾ കുഞ്ഞിവിടെ കയറിയിരുന്നേ. ഇനി ഒരു അങ്കിളിനൊരു ബലം വരട്ടെ. ഒന്നാമത് എനിക്കൊരു ശത്രുക്കളുള്ള ഒരാളാണ്. അപ്പം പരിചയമുള്ള ഒരാളെ ഇരിക്കട്ടെ. എനിക്കറിയാം, അവളെ പണ്ടേ അറിയാം. തങ്കമേന്നല്ലേ പേര്? പണ്ടേ അറിയാം. ശ്രദ്ധിച്ചിരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്പാർട്ടക്കസിന് ഒരിക്കലും പ്രശ്നമുണ്ടായി. അയാളെ ഇതുപോലൊരു യജമാനൻ വില കൊടുത്തു വാങ്ങി. തന്നെക്കൊണ്ട് ഇതുപോലെ ഒരു ഗോതയിൽ ഏറ്റുമുട്ടാൻ നിർത്തി. അപ്പുറത്തുള്ള ആളിനെ കണ്ടു, അയാൾ അമ്പരന്നു. മറ്റാരുമല്ല, തൻ്റെ പ്രാണസ്നേഹിതൻ ഓപ്പോസിറ്റ് നിൽക്കാണ്. അവനെ അടിച്ചു വീഴിക്കണം, കൊന്നുകളയാം. ബാല്യം മുതൽ കൊടും കൊടുത്തും പരിഗണിച്ചും ശീലിച്ചും പോന്ന തൻ കൂട്ടുകാരനെ കണ്ട് സ്പാർട്ടക്കസ് അമ്പരന്നു. സ്പാർട്ടക്കസിൻ്റെ ഒരു വിരൽ പിടിച്ച് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ആ കൂട്ടുകാരനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, നിനക്ക് ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. വിസിൽ മുഴങ്ങി യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ നീ ആഞ്ഞ് എൻ്റെ തലയുടെ പിൻഭാഗത്തൊരു മരണം ആ താനമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മുഷ്ടി ചുരുട്ടി ഇടിക്കണം, ഞാൻ താഴെ വീണ് മരിക്കും. പകരം നീ എൻ്റെ അപ്പനെ, അമ്മയെ, സഹോദരിയെ നോക്കണം. ഇവനെല്ലാം ചോദിച്ചറിഞ്ഞു. എവിടെയാണ് അടിക്കേണ്ടത്? ശരീരഭാഗമൊക്കെ കാണിച്ചു കൊടുത്ത് കൃത്യം മനസ്സിലാക്കി. ഒടുക്കം പോർവയുടെ സമയമെത്തി. വിസിൽ മുഴങ്ങി. രണ്ടാളുകളും ഗോതയിലേക്ക് ഇറങ്ങി ആക്രമണം ആരംഭിച്ചു. സ്പാർട്ടക്കസ് തൻ്റെ കൂട്ടുകാരന് വേണ്ടി തലതിരിച്ച് കാത്തു നിൽക്കവേ വലിയ നിലവിളിയാണ് അപ്പുറത്ത്. മറ്റൊന്നുമില്ല, സ്പാർട്ടക്കസ് കാണിച്ചു കൊടുത്ത ആ തലയുടെ പിൻഭാഗം സ്വന്തം തല മരത്തടിയിൽ തല്ലിത്തകർത്ത് കൂട്ടുകാരൻ മരിച്ചു വീണു. ഇത് കണ്ട് സ്പാർട്ടക്കസ് എന്ന ഭീരുവായ മനുഷ്യൻ ധൈര്യം സംഭരിച്ച് അവിടെ നിന്നിരുന്ന വലിയ മരകഷണങ്ങളൊക്കെ വലിച്ചെടുത്ത് കാണികൾക്കിടയിലേക്ക് ഓടിക്കയറി ഈ സംഘാടകരായ യജമാനന്മാരെ തല്ലിച്ചതച്ച് വലിയ വിപ്ലവമഴിച്ചു വിട്ടു. ചെറുപ്പക്കാരൊക്കെ വടിയും ആയുധങ്ങളും പണിയായുധങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പെട്ടീഷന്മാർ വകവരുത്തി. റോമിൽ ഒരു കലാപം ശക്തിപ്പെട്ടു. കലാപത്തിൻ്റെ അനന്തരഫലമായി റോമിൽ അക്രമം ശക്തിപ്പെട്ടു, അധാർമികത ശക്തിപ്പെട്ടു. യജമാന സ്ത്രീകളെ അടിമകൾ വഷളാക്കി, കുഞ്ഞുങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊന്നു. അരീശ കയറിയ അടിമകൾ റോമിലെങ്ങും തീയിട്ടു. ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചപ്പോൾ, അധർമ്മം, ക്രിമിനൽ വൽക്കരണം റോമിൽ സാർവത്രികമായപ്പോൾ റോമൻ ഭരണകൂടം നിശ്ചയിച്ചു, ഇതിനൊന്ന് തടയിടണം, ഇതൊന്ന് നിർവീര്യമാക്കണം. അതിന് നൂതനമായ ഒരു ശിക്ഷാ നടപടി കൊണ്ടുവന്നു. പണ്ട് ഫിനീഷ്യർ ആരംഭിച്ചതും പേർഷ്യക്കാർ പകർത്തിയതും കാലഘട്ടങ്ങൾ കടന്ന്
റോമിലെത്തിയതുമായ ഒരു പ്രാകൃത ശിക്ഷ. ആരെങ്കിലും ഇത്തരത്തിലെ അധർമ്മങ്ങൾ ചെയ്താൽ, ആരെങ്കിലും യജമാന സ്ത്രീക്ക് നേരെ ചീറിയെടുത്താൽ, യജമാനന്റെ തലകൊയ്യാനെടുത്താൽ, വിളനിലങ്ങൾക്ക് തീയിട്ടാൽ അവന് കൊടുക്കുന്ന ശിക്ഷ ആദിക്രൂരം, ആദിഭീകരം, ബീവത്സം. ആ ശിക്ഷയുടെ പേരാണ് ക്രൂശുമരണം. മനസ്സിലായോ? ഇനി ബൈബിളിലെ വചനം ഓർത്തേ. നമ്മുടെ കർത്താവിനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. അർത്ഥം മനസ്സിലാക്കിയ മക്കൾക്ക് സ്ത്രീപീഡകനൊപ്പം, ഹല്ലേലൂയ, കൊലപാതകയ്ക്കൊപ്പം, തീവ്രവാദിക്കൊപ്പം, നശീകരണ ബുദ്ധി കൊണ്ട് ഉന്മൂലനം ചെയ്യുന്നവനൊപ്പം എണ്ണി. ഹല്ലേലൂയ. നമ്മുടെ നാഥനെ അങ്ങനെ എണ്ണിയ ലോകം നമ്മയും അതിനപ്പുറത്തൊന്നും പരിഗണിക്കുമെന്ന് കരുതരുത്. നാഥന് കിട്ടാത്ത ബഹുമാനവും ആദരവുമൊന്നും നമുക്ക് കിട്ടുമെന്ന് ഓർക്കരുത്. ഹല്ലേലൂയ. ക്രൂശുമരണത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം, ക്രൂശുമരണം പെരുവഴിയോരത്താ, ഹൈവേയുടെ ഓരത്തെ. എന്തിനെന്നാൽ അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരൊക്കെ ചോദിക്കണം, ഇതെന്തിന്? അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഇയാളേ വലിയ ഒരു കൊലപാതകിയ, അനവധി ആളുകളെ കൊലക്കുറ്റത്തിന് പ്രേരിപ്പിച്ച തീവ്രവാദിയാ. അതുകൊണ്ട് ഇവൻ ഇത്രയും ക്രൂര മരണം കൊടുത്ത് ആ ശവശരീരം ക്രൂശിലിട്ടു. ഒരു സ്പാർട്ടക്കസിനെ പോലെ ഒരു ജനനേതാവിനെ അങ്ങനെ ക്രൂശിച്ചാൽ അണികൾ ചിതറും, അവർ ഭയപ്പെടും. ഭയന്ന് ഒരു സമാധാന അന്തരീക്ഷം സമൂഹത്തിൽ സംജാതമാകും. ഈ സമാധാന അന്തരീക്ഷം പക്ഷേ അധിക നാൾ നീണ്ടു നിൽക്കില്ല. മറ്റൊരിടത്ത് വീണ്ടും അസന്തുഷ്ടി തലപൊക്കും. അടിമകളെ നൂറുകണക്കിന് ക്രൂശിച്ചിട്ടും ഒരു സമാധാനവും കാര്യമായി റോമിൽ ഉണ്ടാകാതിരുന്നപ്പോൾ ഒരിക്കലായി കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഒരുവൻ ക്രൂശിക്കപ്പെട്ടു. റോമൻ ബ്രിട്ടീഷന്മാർക്ക് നിർവഹിക്കാൻ കഴിയാത്ത അർത്ഥവത്തായ ഒരു വസ്തുത അവിടുന്ന് ഉൽപ്പാദിപ്പിച്ചു. മറ്റൊന്നുമല്ല, ഉലകത്തിന് മുഴുവൻ സമാധാനം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. 2000 ആണ്ടായി മനുഷ്യരാശിയുടെ സമാധാനമെന്ന യാഥാർത്ഥ്യം ക്രൂശിൽ അനുഷ്ഠിച്ച ആ വ്യക്തിത്വമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിനി ഈ വചനം ഒന്ന് വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും പഠിച്ചും ഒക്കെ പോകണം. സന്തോഷമല്ലേ? മനസ്സിലാവുന്നുണ്ട്? ഞാൻ ആരെയും കൊണ്ട് ഹല്ലേലൂയായി സ്തോത്രം പഠിപ്പിക്കുന്ന ഒരാളല്ല. അതിൻ്റെ കാരണം ഇതൊക്കെ സ്വന്തം മനസ്സോടെ പറയണം. അതിന് പരപ്രേരണ കൊണ്ട് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അല്ലേ? അവിടെ ഉള്ളത്തിൽ തികയുന്ന സന്തോഷമാണ് ദൈവത്തിന് കൊടുക്കേണ്ടല്ലേ. ഏറ്റവും നല്ല ആ നന്ദി ദൈവത്തിന് കരറ്റാൻ ഇവിടെ ഒരു തടസ്സവും ഇല്ല. പക്ഷെ അത് പാസ്റ്റർ ഒരു പ്രേരണ തന്നിട്ടാണെന്ന് കരുതിയിരുന്നാൽ ഇന്ന് പറയേണ്ടി വരില്ല. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചു വരാം. ഇവിടെ ഈ റോമക്കാരുടെ ഒരു സ്വഭാവം കൂടി ഞാൻ പറയാം. ഏതെങ്കിലും ഒരു രാജ്യം ഇവർ ആക്രമിച്ച് കീഴടക്കിയാൽ അവിടുത്തെ ആത്മീക സങ്കല്പങ്ങൾ, ദേവീദേവ സങ്കല്പങ്ങൾ, പ്രാർത്ഥനകൾ ഇതൊക്കെയായിട്ട് തന്നാട്ടുകാർക്ക് മുമ്പോട്ട് പോവാം. റോമക്കാരുടെ അത് വേണേൽ അംഗീകരിക്കും. പക്ഷെ ഒരു കാര്യം, റോമിൽ ഏതെങ്കിലും മൂർത്തികളെ, ആരാധ്യ വസ്തുക്കളെ, ജൂപ്പിറ്ററെ പോലെയുള്ള ദേവീദേവന്മാരെ ഒക്കെ ആരാധിക്കുന്നവർ അത് മാത്രം ആരാധിച്ചാൽ പോരാ. പകരം ചക്രവർത്തിയെ കൂടി ദൈവമായി കാണണം. ചക്രവർത്തി, ഉദാഹരണം, നീറോ കൈസർ രാജ്യം ഭരിച്ചാൽ 2 റോമൻ പൗരന്മാരോ റോമിൽ താമസിക്കുന്ന യാതൊരുവൻ പരസ്പരം കണ്ടാൽ കരം കൂപ്പി അവർക്ക് നമസ്തേ പറയേണ്ടതിന് പകരം, ഗുഡ് മോർണിംഗ് പറയേണ്ടതിന് പകരം അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോൾ പറയണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. കേൾക്കുന്നവൻ പറയും, നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ റോമാ കൈസർ മുഖാന്തിരം നീ ജയിക്കട്ടെ.
ഇതെങ്ങാനും പറയാതിരുന്നാൽ തല പോകും. മനസ്സിലായോ? അത് കിട്ടിട്ട് ബഹുമാനിച്ചില്ലേ തല പോകും. അതാ റോമം. എന്നിട്ടും നാട്ടു നടപ്പല്ലേ എന്ന് കരുതി അങ്ങനെ പറയാത്തൊരു സമൂഹമേ റോമിലുണ്ടായിരുന്നുള്ളൂ. അത് നമ്മളാ. അത് രാജ്യനിയമത്തെ ബഹുമാനമല്ലാഞ്ഞിട്ടല്ല. രാജ്യനിയമത്തെ ബഹുമാനിക്കും, രാജാവിനെ ആദരിക്കും, ദേശീയ ചിഹ്നങ്ങളെ ആദരിക്കും, മഹാരഥന്മാരെ ആദരിക്കും, രാഷ്ട്രപിതാവിനെ, ദേശീയ ഗാനത്തെ, ദേശീയ പതാകയെ, ദേശീയ സങ്കല്പത്തെ ഏതൊരു പൗരനെ പോലെയും ഏതൊരു ക്രൈസ്തവനും ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ ആരാധിക്കില്ല. ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ആരാധന ഒരുവന് മാത്രം. ദൈവം ഒരുവനല്ലോ. ദൈവത്തിൻ മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അനേകർക്ക് വേണ്ടി മറിവിലയായി തടുത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അന്നേ റോമാ കൈസറുടെ പേര് പറഞ്ഞ് ബഹുമാനിച്ചില്ലെങ്കിൽ തല പോകുന്ന കാലത്ത് എഴുതിയ പുസ്തകം നമ്മുടെ ഇരിക്കുന്ന 27 പുസ്തകം. ആ 27 പുസ്തകത്തിൽ 4 സുവിശേഷങ്ങൾ ഇടാം, ആ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ മാറ്റിവെക്കാം. ആ ലേഖനങ്ങളെല്ലാം കൊണ്ട് തുടങ്ങി തീരുന്നുണ്ടല്ലോ. 21 ലേഖനം തരുന്നുണ്ട്. ആ ലേഖനങ്ങളെല്ലാം വിപ്ലവാത്മകമായ സാഹിത്യങ്ങളായിരുന്നു. കാരണം എന്താ? റോമിങ്ങനെ നിയമം നിലനിൽക്കേ അങ്ങനെ വിളിക്കാൻ നാവ് വളയ്ക്കാതെ, രാജ്യനിയമമാണെന്നോർത്ത് അങ്ങനെ പറയാതെ, പൗലോസിനെ പോലെ, യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെ, പത്രോസിനെ പോലെയുള്ള യേശുവിന്റെ അനുഗാമികൾ പറഞ്ഞു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഒരു ഭാഗത്ത് റോമാ കൈസറുടെ നാമത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ വന്ദനം ചൊല്ലുമ്പോൾ, ഒരു ന്യൂനപക്ഷം അപ്പുറത്തുമായി രാജാതി രാജാവും കർത്താതി കർത്താവും ആയ ധന്യനായ ദൈവപുത്രന്റെ നാമത്തിൽ അഭിവാദ്യം ചെയ്യുക മാത്രമല്ല, ആശീർവാദം പറയാൻ ചങ്കുറപ്പ് കാട്ടിയപ്പോൾ ആ ന്യൂനപക്ഷത്തെ അടിച്ചൊതുക്കാൻ, അമർച്ച ചെയ്യാൻ ഭരണകൂടം ആവതും ശ്രമിച്ചിട്ടും കഴിഞ്ഞ 2000 ആണ്ടായി ഉലകത്തിന്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവിടുത്തെ അനുഗാമികളുടെ എണ്ണം ഓരോ നിമിഷം കഴിയുന്തോറും വർദ്ധിക്കുന്നെങ്കിൽ ലോകത്തിന്റെ 5 വൻകരകളിലും 24 മണിക്കൂറും കടൽ തിര പോലെ അരകഴിക്കുന്ന മഹത്തരമായ ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമമെങ്കിൽ നമുക്കും ആ അലകടലിനോട് ചേർന്ന് പാടാ, നീ മാത്രം രക്ഷകൻ, നീ മാത്രം രക്ഷകൻ, നീ മാത്രം രക്ഷകൻ, നിന്നിലൂടെ മാത്രം രക്ഷ. യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് ഏക കാരണഭൂതൻ. ആ ദൈവപുത്രനെ ഉറത്താം, ആ ദൈവപുത്രനെ ഓർക്കാം. ഇത്രയും ശ്രേഷ്ഠകരമായൊരു അനുഭവമുണ്ടോ? പ്രസംഗം തുടങ്ങിയ 2000 ആണ്ടുകൾക്ക് മുമ്പ് ആ സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ദൂതനെന്ന് ഉലകത്തോട് പ്രഖ്യാപിച്ചോ. അതിനുശേഷം 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന യുഗപുരുഷൻ തൻ്റെ സന്ദേശം ശിഷ്യന്മാരിൽ ഭരമേൽപ്പിച്ച് അവരാ പ്രസംഗം ആരംഭിച്ചോ. അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ രാത്രി വരെ 24 മണിക്കൂറും ഇടതടവില്ലാതെ എന്നുമെന്നും പ്രസംഗിക്കപ്പെടുന്ന ഒരേ ഒരു സന്ദേശം, നസ്രയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പെരുവഴിയോരത്ത് ഒറ്റക്കെന്ന് പ്രസംഗിക്കുന്ന എൻ പ്രിയപ്പെട്ട സ്നേഹിത, താങ്കൾ ഒറ്റക്കല്ല. സാക്ഷികൾ വലിയൊരു സമൂഹം, പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിൽ ചിതറിക്കിടക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ ഒരാൾ മാത്രമാണ് താങ്കൾ. ആ ഒരാൾ മാത്രമാണ് നോർക്കുമ്പോൾ താങ്കൾ ഒറ്റക്കല്ല എന്ന് ഓർത്തുകൊണ്ട് പറയണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഒരു ദൈവമകനും പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ താങ്കൾ ഒറ്റക്കല്ല. 1000 അല്ലല്ല ജനകോടികളുടെ മഹാസാഗരത്തിലാണ് നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത് എന്ന ഓർമ്മയോടെ ഈ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ റോമക്കാര് ആ കൂടെ എതിർത്ത ഒന്നായി ഈ സുവിശേഷം മാറി. കാരണം പറയാം, എല്ലാ മതങ്ങൾക്കും ശ്രദ്ധേയമായി കാണുവാൻ ചില സംഗതികളുണ്ട്. ഒരാചാരമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്, ഒന്നിലധികം ആചാരമുണ്ട്, പലതരം പ്രവണതകളുണ്ട്. പക്ഷേ നമുക്ക് മാത്രമൊന്നും കാണാനും കേൾക്കാനുമില്ല. എന്നൊരു കല്യാണം നടത്തിയാൽ പോലും എപ്പോഴാണ് ഇവരുടെ കല്യാണമെന്ന് ചോദിക്കുമാറ് ചടങ്ങുകളൊക്കെ ലളിതമാണ്, വളരെ ചെറുത്, ലളിതമായൊരു ചടങ്ങ്. 1-ാം നൂറ്റാണ്ട് മുതൽ അങ്ങനെ കേട്ടോ യഥാർത്ഥ ദൈവസഭയുടെ ചരിത്രം അതാ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഭൂമിയിൽ നമുക്കൊരു തീർത്ഥാടന കേന്ദ്രമില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം വിശുദ്ധമെന്ന് പ്രത്യേകിച്ച് കാണാത്തൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. യേശു പിറവി കൊണ്ട ബേഥലഹേമും യേശു വളർന്ന നസ്രത്തും
യേശു മരിച്ചടക്കപ്പെട്ട കാൽവരിയും അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയും ഒന്നും മണ്ണുത്തിയുള്ള ഏതെങ്കിലും പോലെ സ്ഥലത്തേക്കാൾ വിശേഷതയുള്ളതായി നമ്മൾ ആരും കാണുന്നില്ല. കാണുന്നുണ്ടോ? ചില ഹോളി ലാൻഡ് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ഹോളി ലാൻഡ് എന്നാണോ? ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതും അവരുടെ കർത്താവ് മരിച്ച് കിടന്നതുമായ സ്ഥലം ഹോളി ലാൻഡാണോ? പിന്നെ കമ്മ്യൂണിക്കേഷന് ഹോളി ലാൻഡ് എന്ന് കിടന്നോട്ടോ കുഴപ്പമൊന്നുമില്ല. ആത്മീയമായി സോദോമെന്നും തങ്ങൾ കർത്താവ് മരിച്ചു കിടന്നതുമായ മിസ്രയീം എന്നും പേരുള്ള ഒരു സ്ഥലം, അതായത് യെരൂശലേം, അങ്ങനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്, ഏതെങ്കിലും ഒരു നിറത്തോട്, ഏതെങ്കിലും ഒരു കൊടിക്കൂറയോട്, ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിധേയത്വമില്ലാത്ത ഒരു ആധ്യാത്മിക സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. റോമക്കാർ തെറ്റിദ്ധരിച്ചു. യഹൂദന്മാരും റോമക്കാരും ചേർന്നൊരു കോക്കസ് നമ്മൾ നശിപ്പിക്കാൻ തയ്യാറെടുത്തു. അവിടെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അതിൽ എടുത്ത കേസുകൾ രസകരമായിരുന്നു. ഒരു കേസ്, ക്രിസ്ത്യൻസ് പ്രാക്ടീസിങ് കാനിബോളിസം. ക്രൈസ്തവർ മനുഷ്യമാംസം ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? 21ാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ അടുത്ത് ഡിബേറ്റിൽ വന്നൊരു ചങ്ങാതി ഇത്രയും പ്രാകൃതമായ ഒരു ആശയം പറഞ്ഞു. അയാളെ ഒന്നും തിരുത്താൻ പറ്റില്ല. അവരെയൊന്നും തിരുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പലരുമായിട്ടും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗഹൃദമാണ് പലരുമായിട്ടും. അതിൽ മുസ്ലിം സഹോദരന്മാരുണ്ട്, ഹിന്ദു സഹോദരന്മാരുണ്ട്. പക്ഷേ അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും ശാസ്ത്രബോധം കൊണ്ടും ദാരിദ്ര്യക്ക് വളരെ താഴെ താമസിക്കുന്ന ആളുകളാണ് നിരീശ്വരന്മാർ. വാസ്തവത്തിൽ ശാസ്ത്രം എന്നിങ്ങനെ പറയും. ഇവർ ശാസ്ത്രമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവർ ശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സിദ്ധാന്തങ്ങൾക്കാണ്. നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് അതിനല്ല. നമ്മളല്ല ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയണ്ടേ? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ശാസ്ത്രമാണെങ്കിൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതായിരിക്കണം. അത് എവിടസുള്ളതായിരിക്കണം, ഇംപിരിക്കലായിരിക്കണം. മറ്റൊരു തെളിവ്, ഒരു ശാസ്ത്ര വസ്തുത ഇവിടെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടെങ്കിൽ ആവർത്തന സ്വഭാവമുള്ളതായിരിക്കണം. ലോകത്ത് എവിടെ പോയി പരീക്ഷിച്ചാലും ഇതേ ഉത്തരം കിട്ടണം. അതായത് ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും തൃശ്ശൂർ വെച്ച് യോജിപ്പിച്ചാലും, അന്റാർട്ടിക്ക വെച്ച് യോജിപ്പിച്ചാലും, അമേരിക്ക യോജിപ്പിച്ചാലും, അട്ടപ്പാടി യോജിപ്പിച്ചാലും വെള്ളത്തിൻ്റെ ഒരു തന്മാത്ര കിട്ടണം. അതാണ് റിപ്പീറ്റബിലിറ്റി. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, ഫാൾസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതുവരെ നിലനിന്നിരുന്ന ഇത് സംബന്ധിച്ചുള്ള ഇതര അഭിപ്രായങ്ങളെ മുഴുവൻ തെറ്റെന്ന് സ്ഥാപിക്കാൻ കഴിയണം. ഇത് മാത്രം ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയണം. ഇതിന് പറ്റുന്നില്ലെങ്കിൽ അയാൾ കൊണ്ടുവന്ന ആശയത്തിനൊരു പേര് പറയും ഹൈപ്പോത്തസിസ്. അതിന് മലയാളം പരികൽപ്പന എന്നാണ്. ഈ പരികൽപ്പനയുടെ പ്രശ്നം അത് ശരിയാകാം തെറ്റാകാം. ഉദാഹരണം, നമ്മളിവിടെ നിലനിൽക്കുമ്പോൾ വഴിയരികിൽ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഒരാൾ പറയാണ് അത് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ആഘാതത്തിൻ്റെ ശബ്ദമാണ്. മറ്റൊരാൾ പറയാണ് അതല്ല, ഏതോ മദ്യപാനി ബഹളം വെച്ച ശബ്ദമാണ്. ഇനി ഒരാൾ പറയാം അതല്ല, ഒരു സമൂഹവിദ്ധൻ അവിടെ ചെന്നൊരു മനുഷ്യനെ അടിച്ചപ്പോൾ അയാൾ കരഞ്ഞതാണ്. ഈ 3ഉം തെറ്റാകാം, അതിലൊരെണ്ണം ശരിയാകാം. ചിലപ്പോൾ 3ഉം തെറ്റിപ്പോകാം, 3ഉം കൂടെ ശരിയാവില്ല. അതിൽ ഏതെങ്കിലും ശരിയാകാം, മുഴുവൻ തെറ്റിപ്പോകാം. ഇതൊന്നും അല്ലാത്ത ഒന്നാകാം. ഇതിൽ ശക്തിവത്തായ ഒരഭിപ്രായം ഒരുത്തൻ പറഞ്ഞെന്ന് കുട്ടിയോ, അത് നമുക്ക് ഈ പരികൽപ്പനയുടെ അടുത്ത ലെയറിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ പേരാണ് സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി. ആളുകൾ പലപ്പോഴും ഈ തിയറി ശാസ്ത്രം എന്ന് പറയാറുണ്ട്. ആക്ച്വലി തിയറിയും ശാസ്ത്രമല്ല. കുട്ടികൾ പഠിക്കാറുണ്ട് പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് ഇവല്യൂഷൻ. ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് തെളിയിച്ചത്. അപ്പോൾ പറയാം അതൊക്കെ തെളിവ് കിട്ടിയല്ലോ. എന്താ തെളിവ്? നിങ്ങളുടെ ബൈബിളൊക്കെ പരിമിത കാലം കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതാ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഫോസിൽ അടുത്ത കാലത്ത് ഒരിടത്തുനിന്ന് കിട്ടി. അപ്പോൾ ഈ ഫോസിലിൻ്റെ കണക്കെങ്ങനെയാണ് കണക്ക് കൊടുക്കുന്നത് അതറിയോ? ഒരു ഫോസിലിൻ്റെ പ്രായം കണക്ക് കൂട്ടുന്നത് ഈ ഫോസിലിരുന്ന പാറയെ ആസ്പദമാക്കിയിട്ടാണ് അല്ലേ? കുട്ടികൾ പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ. ആ പാറയെ ആസ്പദമാക്കിയ ആ പാറയുടെ പ്രായം കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് ഈ ഫോസിലിൻ്റെ പ്രായം കണക്കൂട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിന് തത്തുല്യമായ വേറൊരു വാദം ഞാൻ നിങ്ങളോട് പറയാം.
ഈ ഞങ്ങൾ അലിവിലിപ്പ് സാറിവിടുണ്ടല്ലോ, എനിക്ക് ഈ സംവാദകരോടുള്ള ബന്ധത്തിൽ ഉത്തരം പറയാൻ കഴിയാതെ പോയ ഒരു ചോദ്യമുണ്ട്. എനിക്കിതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അലിവിലിപ്പ് സാറൊക്കെ ആർക്കും എന്നെ സഹായിക്കുക, അദ്ദേഹത്തിനും അറിയില്ലെന്നാണ് എൻ്റെ വിചാരം. അറിയാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ സംവാദവേദിയിൽ ചോദിക്കും, ഇതൊക്കെ ഞങ്ങൾ ക്രൈസ്തവർ അംഗീകരിക്കണം എന്ന് പറയുന്നതിന് മാനദണ്ഡം എന്താ? അപ്പോൾ പറയും, ഇതൊക്കെ എഴുതിയത് ഒരു ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ആട്ടെ, നിങ്ങൾ പറയുന്ന ആൾ പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ആ മതഗ്രന്ഥം പറഞ്ഞു. ആ മതഗ്രന്ഥം ആരെഴുതി? പ്രവാചകൻ എഴുതി. പ്രവാചകൻ എഴുതിയ മതഗ്രന്ഥത്തിൽ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ മിണ്ടത്തില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, നമിച്ചു സാറേ, നമിച്ചു. ഞാൻ ബൈബിളിൽ നിന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് അപകടമില്ലാതെ ഉത്തരം മനസ്സിലാവും. എന്ന് വെച്ചാൽ പൗലോസ് പറയാണ്, ഞാനൊരു ദൈവദാസന. എവിടെ എഴുതിയിരിക്കുന്നു? കൊരിന്ത ലേഖനത്തിൽ. സപ്പോസ് കൊരിന്ത ലേഖനം ആരെഴുതി? പൗലോസ് എഴുതി. അപ്പോൾ ഒരാൾ പറയാണ് പൗലോസിന്റെ ദൈവദാസന. തെളിവെന്താ? കൊരിന്ത ലേഖനത്തിൽ പറയുന്നു പൗലോസ് ദൈവദാസനാണ്. അല്ല, കൊരിന്ത ലേഖനത്തിൽ പറഞ്ഞെങ്ങാകും? അത് ദൈവദാസനായ പൗലോസല്ലേ എഴുതിയത്? അതെ. അപ്പോൾ കൊരിന്ത ലേഖനം എങ്ങനെ ദൈവവചനമാകും? അത് പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, പൗലോസ് എങ്ങനെ ദൈവദാസനായി? അത് കൊരിന്ത ലേഖനത്തിൽ പറയുന്നുണ്ട്. ആർക്കെന്നെ സഹായിക്കാൻ വരും? 5-8 വർഷമായിട്ട് ഞാൻ ഉത്തരമില്ലാതെ വിഷമിക്കുകയാണ്. പിടികിട്ടിയോ? പണ്ട് നമ്മുടെ ഷണ്ണൻ അങ്ങൊന്ന് വന്നു ദേവാലയത്തിൽ. എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഇറുസലേം ദേവാലയത്തിൽ കയറാൻ വന്ന് എൻട്രൻസിൽ ഇങ്ങനെ നിൽക്കുക. സാധാരണ പുള്ളി ഇവിടെ പോയാലും വലിയ സ്വീകാര്യത, കാരണം മന്ത്രിയാണ്. മന്ത്രിമാർക്ക് ഇപ്പം നമ്മുടെ ഒരു മന്ത്രി വിദേശത്ത് ചെന്നു, അമേരിക്കയിൽ ചെന്നാൽ ഇവിടെ നമ്മുടെ മന്ത്രിക്ക് കിട്ടുന്ന അതേ പരിഗണന നമ്മൾ അയച്ച മന്ത്രിക്ക് അവിടെ കിട്ടണം. അങ്ങനെ ആ നിയമം രാജ്യാന്തര നിയമമാണ്, ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോളാണ് അതിന് പറയുക. അല്ലെ എന്താ കുഴപ്പമൊന്നും ചോദിക്കും അല്ലേ? അല്ലെ വേറെ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ മന്ത്രി ഇവിടെ വന്നാൽ ഇവിടെ വഴി കറണ്ടി വരും, അതേ ഉള്ളൂ. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഷണ്ണൻ ധനകാര്യമന്ത്രിയാണ്, മക്കളെ കഴിവുള്ള ആളാണ്, പണം കൈകാര്യം ചെയ്യുന്ന ആളാണ്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി നിന്നു. മന്ത്രി വരിക യെരൂശലേം ദേവാലയത്തിൽ കയറാൻ. അപ്പോൾ ഈ ആളുകൾ വന്നു നിൽക്കാൻ പറ്റിയ പരമാവധി ഒരു സ്ഥലമുണ്ട്. പ്രാകാരം, ജാതികളുടെ പ്രാകാരം, സ്ത്രീകളുടെ പ്രാകാരം, നിൽക്കാൻ പറ്റിയ പരമാവധി സ്ഥലം അവിടെ വരിക. അവിടെ വന്ന് നിൽക്കുമ്പോൾ വഴിയിൽ ഒരു കാവൽക്കാരൻ നിൽക്കുന്നു, പുറത്തോട്ട് കിടത്തി വിടാതെ, റബി. അപ്പോൾ റബി പറഞ്ഞു, സാർ അവിടെ നിൽക്കണേ. ഞാൻ എത്യോപ്യ എന്ന് വരിക, അത് മനസ്സിലായി, അതുകൊണ്ടാണ് പറഞ്ഞ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കുക. എന്താ കാര്യം? സാറിനത് പോകാൻ പറ്റില്ല. എന്താ കാര്യം? ഈ ബോർഡ് വായിച്ച്, ബോർഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? താഴെ സൂചിപ്പിക്കുന്ന യാതൊരാൾക്കും അകത്തോട്ട് പ്രവേശനമില്ല. ഇതൊക്കെ എഴുതിയെന്നറിയണ്ടേ? കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, ഷണ്ണൻ, ചുണങ്ങ് ബാധിച്ചവൻ, കുഷ്ഠരോഗി, ഒരു നീണ്ട ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുക. സാറിന് പ്രവേശനമില്ല. അപ്പോൾ ഷണ്ണൻ ചോദിച്ചു, അല്ല ഞാനകത്തോട്ട് പോകരുത് പറയാൻ കാരണം എന്താ? അത് ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ബോർഡ് കണ്ടല്ലോ സാറ്, കാരണം അതാ കാര്യം. ബോർഡ് അവിടെ വെക്കാൻ കാരണം എന്താ? അത് സാറ് പോകാതിരിക്കാൻ. അത് മനസ്സിലായി. ഞാൻ പോകാതിരിക്കണമെന്ന് പറയാൻ കാരണം എന്താ? അത് ബോർഡ് ഇവിടെ ഇരിക്കുന്നു. ബോർഡ് എന്തിനാ വെച്ചേ? സാറ് പോകാതിരിക്കാൻ. ഇവിടെ പോയി അധികം നേരം നിന്നിട്ട് കാര്യമില്ല. വിവരമുള്ളവൻ പറയണം, അങ്ങനെ എന്നെ കാണാൻ തനിക്ക് മനസ്സില്ലേ, തന്നെ കാണാൻ എനിക്ക് മനസ്സില്ലെന്ന്. പിടികിട്ടുന്നുണ്ടോ? ചിലടത്ത് എല്ലാവർക്കും പ്രവേശനം ഇല്ലെന്ന്. പ്രവേശനം എന്താന്ന് വായിട്ടടിക്കേണ്ട കാര്യമില്ലെന്ന്. ഞാൻ പണ്ടേ ഇങ്ങനെ തിരുവാനിറങ്ങി ഒരുത്തനാ. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു ദൈവത്തെ എനിക്കും കാണാൻ താല്പര്യമില്ല. അതെൻ്റെ റൈറ്റല്ലേ? നിങ്ങൾക്കൊരു സന്തോഷമില്ല. പിണങ്ങൽ ഒരു വസ്തുതയാണ് പറയാൻ പോകുന്നത്. ഒരു 4 കൊല്ലം മുമ്പ് സർക്കാർ ഒരു നവോത്ഥാന സദസ്സൊക്കെ സംഘടിപ്പിച്ചു. എനിക്കും അതിനകത്ത് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ പരിപാടിയല്ലേ. അതിൽ പ്രധാന വിഷയം ഈ സ്ത്രീകൾ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാവോ ഇല്ലയോ എന്ന് സംബന്ധിച്ച തർക്കമാണ്. ഇപ്പോൾ ഏതെങ്കിലും മതസ്ഥർ സ്ത്രീകളെയോ പുരുഷന്മാരെയോ എവിടെയെങ്കിലും കയറ്റുന്നതിന് നമുക്കെതിരോ ഒന്നുമില്ല. അതിപ്പോൾ അവർ ഓരോരുത്തർ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ യാതൊരു മതസ്പർദ്ധയും കൂടാതെ നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു. സ്ത്രീകളെ നമ്മൾ പരിഗണിക്കുന്ന രീതി. എൻ്റെ ഒരു സ്വാമി ഇരിക്കുകയാണ്, അപ്പോൾ ഒരു മുല്ലായി ഇരിപ്പുണ്ട്, വലിയ സൗഹൃദത്തില്ല. അപ്പോൾ എന്നോട് ഈ സ്വാമി ചോദിച്ചു, ഫാദർ എന്നാണ് വിളിച്ചേ, ഫാദർ നാളെ നിങ്ങൾ ഈ കുർബാന സ്ത്രീകൾ നടത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് നേരം ആലോചിച്ച് പറഞ്ഞു, അത് അങ്ങനെയൊന്നും ഒരു പറയുകയല്ല. വീണ്ടും ചോദിച്ചു, അതങ്ങനല്ലല്ലോ, അഥവാ അവർ പറഞ്ഞാൽ ചെയ്യും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സ്വാമിജി എത്രയോ നിർബന്ധിക്കുമ്പോഴാണ് അവരിതൊന്ന് കഴിക്കുന്നത്. പ്രസംഗിച്ച്
ഒത്തിരി കാല് പിടിച്ച് കഴിയുമ്പോൾ ഇവരൊരു പീസ് എടുത്ത് കഴിക്കുന്നത്. ആ സ്ത്രീകൾ ഇത് കൊടുക്കുമെന്ന് സമയത്ത് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധി എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പോട്ടെ. കഴിഞ്ഞ് ഞാൻ ആർക്ക് ദോഷം വരാതെ പ്രസംഗിച്ച് അവിടെ പോയിരുന്നു. അപ്പോൾ ഈ ഇരിക്കും തുടങ്ങാം. അപ്പോൾ അധ്യക്ഷനൊരു കുറിപ്പ് തന്നു, നിങ്ങളിതുവരെ ക്രിസ്റ്റൽ ക്ലിയർ ഒരു മറുപടി പറഞ്ഞില്ല. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒരുപോലെ സ്ത്രീക്കും പുരുഷൻ തുല്യത സാധ്യമോ, അങ്ങനെ പോകണോ വേണ്ടായോ? കുറിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിശദീകരിക്കാൻ എനിക്ക് 70 മിനിറ്റ് കൂടെ വേണം. അതിനുശേഷം പറഞ്ഞ് 15 മിനിറ്റ് കൂടെ തന്നു പറഞ്ഞു. നമ്മൾ എന്നാൽ 2 അച്ഛന്മാരും എൻ്റെ കൂടെ ഉണ്ട്, അവരുടെ സമയം എനിക്ക് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സൗകര്യമാരെ, ഇവിടെ അതെന്ന് പറഞ്ഞേക്കാം, എല്ലാവരും ഏതെങ്കിലും രേഖകളിലോ പ്രമാണങ്ങളിലോ ചിന്തകളിലോ സ്ത്രീകൾ അങ്ങനെ ഏതെങ്കിലും ആലയത്തിലോ സ്ഥാപനത്തിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പ്രവേശിക്കരുതെന്ന് ചട്ടവും നിയമവും അല്ലെങ്കിൽ മാമൂലികളോ ആചാരങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് പോകരുത്. നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. നിങ്ങൾ നമ്മുടെ കൂടെ പോര്, നിങ്ങൾ നമ്മുടെ കൂടെ വന്നേ, നിങ്ങളിഞ്ഞ് പോര്. ആരാ നിങ്ങളെ വഴി തടയുന്നത്? നമ്മളൊന്നും നോക്കട്ടെ. ചുണകളൊന്നും തടഞ്ഞ ഇങ്ങോട്ട് വരുന്നവരെ. അച്ഛാ ആർക്കെങ്കിലും പറയോ ഇവരെയല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരാൻ അധികാരം കൊടുത്തൊരു പുസ്തകം ഇതല്ലേ? ആ ഔദാര്യമല്ല കുഞ്ഞുങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നെങ്കിൽ, ഔദാര്യമല്ല, അധികാരം. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. സൗകര്യമായി നിങ്ങളിവിടെ വന്നത് ഔദാര്യമല്ല, അവകാശം. വിശ്വാസം ഉണ്ടോ? ഹല്ലേലൂയ. എന്താ കാര്യം? അതുകൂടെ പറയാം. നമ്മുടെ മഗ്ദലീന ഉണ്ടല്ലോ, അവൾ വഴി നിൽക്കുക. മഗ്ദലീന മുമ്പ് പറഞ്ഞ പോലെ പ്രത്യേക പരിസ്ഥിതിയില്ല, അല്ലെങ്കിൽ അവൾ രക്തസ്രവക്കാരിയാണ്. സമൂഹം എന്തോ അപകടം പതിയിരിക്കുന്നു കാണുന്ന തരത്തിൽ ഒഴിവാക്കിയിട്ടിരിക്കുന്നൊരു സ്ത്രീയാണ്. അവളത് ചെയ്യുക. ഈ വഴിയെ വരുമ്പോൾ അവൾ കൗതുകം കൊണ്ട് യേശുവിനെ ഒന്ന് തൊട്ടു. ഈ മഗ്ദലീന തൊട്ടപ്പോൾ യേശുവിൻ്റെ വിശുദ്ധി അഴിച്ചു പോയോ? ഫ്യൂസ് തട്ടുന്ന പോലെ പോയോ? ഇല്ലാന്ന് മനസ്സിലായില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി അങ്ങനെ പോകുന്ന തരം വിശുദ്ധിയായ യേശുവിൻ്റെ ഒന്ന് കുട്ടിക്കോ? സങ്കല്പമാണ്. നമ്മളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ യേശു പെട്ടെന്ന് അശുദ്ധനാകുമെങ്കിൽ, അല്ലെ, നമ്മളിപ്പം ഞാൻ യേശുവിനെ തൊടുമ്പോൾ യേശു അങ്ങ് അശുദ്ധനാകുകയാണെങ്കിൽ യേശുവിനേക്കാൾ വലിയവൻ ഞാനല്ലേ? കർത്താവ് നിൽക്കണം, അധികം കളിക്കരുത്, ഞാൻ കയറി തൊടും, വിശുദ്ധി പോകും കേട്ടോ, പറഞ്ഞേക്കാം. നമ്മളെ പേടിച്ച് വേണം കർത്താവ് വഴിയാ, അല്ലേ? അപ്പോൾ ഈ യോഗത്തിലേക്ക് യേശു വരിക, രണ്ടാളുകളും വലിയ 2 വശത്ത് പാസ്റ്റർ മറ്റേ യേശുവിനെ ആരും തൊടാതിരിക്കാൻ സംവിധാനം എല്ലാം ചെയ്തു വെച്ചു. ഇങ്ങനെ ജനങ്ങളുടെ ഇടവഴി യേശു അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടാതെ അയ്യടാ മറ അങ്ങോട്ട് മാറാണ്ട് അവനെ മാറ്റി ഓരോരുത്തരെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് കയറി വരിക. മഗ്ദലീന കയ്യം തൊട്ടു. പെട്ടെന്ന് കരണ്ട് പോകുന്ന പോലെ വിശുദ്ധി അങ്ങ് അടിച്ചു പോയി. യേശു ഗദ്ഗത കണ്ടനായി കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു, പത്രോസേ പോയടവട്ടെ, സുഖത്തിൽ നിന്ന് ഞാൻ ഒരു വിധത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന മുഴുവൻ വിശുദ്ധിയും പോയി. അത്തരം ഡ്യൂപ്ലിക്കേറ്റ് വിശുദ്ധി അന്നും അല്ലത് ഇത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഏത് സ്ത്രീക്കും അവനെ തൊടാം, ഏത് മാർഗരോഗിക്കും അവനെ തൊടാം, ചീഞ്ഞഴുകിയ വ്രണമുള്ള കുഷ്ഠരോഗിക്ക് തൊടാം, 4 ദിവസം പഴക്കമുള്ള ദുർഗന്ധം വമിക്കുന്ന ശവശരീരം അവന്റെ മുമ്പിൽ വെച്ച് കൊടുക്കാം. ആര് മറക്കുന്ന മാരക രോഗങ്ങളുടെ അണുക്കൾ വമിക്കുന്ന ശരീരമുണ്ടല്ലോ, അത് വെച്ചു കൊടുക്കാം. ഏത് ഭ്രാന്തനും അവനെ തൊടാം, ഏതൊരുത്തനും അവനെ തൊടാം. ഒരു കാര്യം ഉറപ്പാ, അവനെ ഒരുത്തൻ തൊട്ടാൽ നിന്റെ അശുദ്ധി അവനിലേക്ക് പാഞ്ഞു കയറി അവൻ അശുദ്ധാവുകയല്ല, നീ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആ ശുദ്ധിയുടെ പരിപൂർണതയാകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയാ, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും. ദേഹരൂപമായി വസിക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണത ദേഹരൂപമായി വസിക്കുന്ന നസ്രായൻ ഈ രാത്രി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോഴേ ഈ റോമിലേക്ക് വരണം. ഇവിടെ റോമിൽ എല്ലാവരും എതിർത്തു ക്രിസ്ത്യാനിറ്റി. എതിർക്കാൻ കാരണം ഇതാ, നമ്മൾ നരഭോജികളാണ് എന്ന് പറഞ്ഞു പിടിപ്പിച്ചു. നരഭോജി എന്ന് പറയാൻ കാരണം വെറുതെ അല്ല, നമ്മൾ അകത്തു പറയുന്ന ചില വാക്കുകൾ പുറത്തെ ആളുകൾ തെറ്റിദ്ധരിക്കും. ശരിയല്ലേ?
ശരിയാണോ? ആ, ഈയിടയ്ക്കൊത്ത് കല്യാണം നടന്നപ്പോൾ ഒരു പയ്യൻ റവന്യൂ വകുപ്പിലെങ്ങാണ്ട് ജോലി ഉണ്ടായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം സഹപ്രവർത്തകരെ വിളിച്ചു. അവർ ക്രിസ്ത്യൻസ് അല്ല. അപ്പോൾ പാസ് പ്രസംഗിച്ചു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരും ചോദിച്ചു, ഇവന് കുഞ്ഞാടെന്നും പേരുണ്ടോ? മനസ്സിലായില്ലേ? ആൾക്കാരോടത്ത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുഞ്ഞാടിൻ്റെ കല്യാണം, കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ്റെ എന്തോ പേര് നിക്നെയിം വരാണെന്ന് ഓർത്തു. അത്ര കുഴപ്പമില്ല. ഇതുപോലൊരു സംഭവമാണ്. ഈ കൺവെൻഷന് മുമ്പ് പ്രാർത്ഥിക്കാൻ ചില ദേവാസന്മാർക്ക് സമയം കൊടുത്താൽ ഈ ചിലർ വന്നിട്ട് പറയും, മാൻപേടകളെ പ്രസവിപ്പിക്കുവാടാക്കുന്ന വനങ്ങളുടെ തോലുരിക്കുന്ന ഗംഭീര ശബ്ദം. ഇത് പുറത്തു നാലും കേട്ടാൽ എന്തോ തോന്നും? സർക്കാർ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുക്കും. പിടികിട്ടിയോ? പുറത്തെ ആൾക്ക് നമ്മുടെ വേർഷം പിടികിട്ടതിരുന്നു, അതാ കാര്യം. അങ്ങനെ മനസ്സിലാവില്ല. ഇതേ പറ്റി നമ്മുടെ പാസ്റ്റർ അപ്പവീഞ്ഞികൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കുവീൻ. മാത്രമല്ല ഇത് പറഞ്ഞു വിടുന്നറിയണ്ടേ? ശവക്കോട്ടയ്ക്കകത്തിരുന്നു. ശവക്കോട്ടയിലിരുന്നു. നമ്മുടെ ആദ്യകാല കൂട്ടായ്മയൊക്കെ ശവക്കോട്ടയ്ക്കകത്താ. ഇന്ന് ശവക്കോട്ടയിൽ നിന്ന് കേട്ടാ അമ്പടാ, അതിനെ പേടിച്ചു കൂടി നമ്മൾ. ഇത് രൂപപ്പെട്ട സ്ഥലം എവിടാന്നറിയണ്ടേ? അന്നത്തെ ശവക്കോട്ടകൾ ഗുഹകളായിരുന്നു. ക്രിസ്ത്യാനിറ്റി നിയമം മൂലം രാജ്യത്ത് നിരോധിച്ച കാലത്ത് ആദിമ അപ്പോസ്തലന്മാർ ആരാധിക്കാൻ ഒത്തുകൂടി വന്ന സ്ഥലം ഇത്തരം ഗുഹകളായിരുന്നു. മറ്റുള്ളവർ പേടി നിമിത്തം അങ്ങോട്ട് വരില്ല. ആദിമ ക്രിസ്ത്യാനിറ്റിക്ക് ഭയമില്ല, അവരിവിടെ വരെ വരും. അതിങ്ങനെ ബഥേലെന്നും ബോർഡ് എഴുതി വെച്ച IPC ഷാരോ എന്ന ബോർഡ് കണ്ടല്ല വരുന്നേ. മറിച്ച് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വരച്ചു പോകും. മത്സ്യത്തിൻ്റെ വാൽ തലയും ഒരാശയം സൂചിപ്പിക്കും. ഒരസ്ത്രമെയ്യുന്ന പോലെ ഒന്നുമല്ല. ഇതുവഴി പോയാൽ ഒരാലയമുണ്ടെന്നർത്ഥം, പ്രാർത്ഥനാകൂടം. അവരിങ്ങനെ നടന്ന് മരുഭൂമിയുടെ പലതരം വഴികളിലൂടെ ഈ ചിത്രങ്ങൾ കണ്ട് അവസാനം എത്തും ഒരു ഗുഹയുടെ മുമ്പിൽ. അപ്പോൾ ഗുഹയുടെ പരിസരത്തൊക്കെ ഇതുമായി ഒരു ബന്ധമില്ലാത്ത പോലെ അഭിനയിച്ച് മക്കളെ നിൽക്കും. ഈ വരുന്നത് ചാരനാണോ, സ്നേഹിക്കാനാണോ, സ്വീകരിക്കാനാണോ, കൊല്ലാനാണോ ഒന്നും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലൊരു കോഡ് ഭാഷ കൈമാറും. അതിങ്ങനെയാണ്, മാറാനാഥ. കേൾക്കുന്നവൻ പറയും അനാഥമ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി എന്നൊരാൾ പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് അടുത്താൾ പറയുമ്പോൾ ദൈവമക്കളാണെന്ന് മനസ്സിലായി. പതുക്കെ കൂട്ടിക്കൊണ്ട് ഈ ഗുഹയ്ക്കകത്തേക്ക് കയറും. ആ ഗുഹയിൽ വന്ന് അവിടുത്തെ അധ്യക്ഷൻ ഒരു തിരി തെളിച്ചു നോക്കും. ഇരുട്ടാ. മറ്റൊരു തിരി കൊണ്ട് ന്യായപ്രമാണ ചുരുൾ നിവർത്തി വായിക്കും. ഇരുട്ടുള്ളത് കൊണ്ട് ഈ തിരിയുടെ വെളിച്ചത്തിൽ, മെഴുതിരിയുടെ വെളിച്ചത്തിലാണ് അന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുക. ഇങ്ങനെ ആ പള്ളികളിൽ പട്ടാപ്പകലും മെഴുതിരി കത്തിക്കുന്ന ചടങ്ങ് വന്നത്. ഓരോ ചടങ്ങ് വരുന്ന വഴിയുണ്ടോ? ഇങ്ങനെയാണ്. കത്തിച്ചേച്ച് പോരുന്നവനറിയില്ല. സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോഴും ഇത് പോയി കത്തിച്ചേച്ച് പോരുമ്പോൾ ഓർക്കണം, പണ്ടേ ആ ജീവിതം വില കൊടുത്ത് വാങ്ങിയ ചിലരുടെ അനുഭവങ്ങളിൽ നിരൂപപ്പെട്ട് വന്ന ഒരു പാരമ്പര്യം. അതിനെ പാരമ്പര്യമാക്കി കളയതേ, അർത്ഥത്താക്കി വസ്തുതകളെ മനസ്സിലാക്കണം. ഈ അധ്യക്ഷൻ ഒരു പ്രസംഗമൊക്കെ കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടുമ്പോൾ അതിൽ ഒരു പുരുഷൻ എഴുന്നേറ്റിട്ട് പറയും, ഇന്നെനിക്ക് വരാൻ നിർവാഹമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച എനിക്കൊപ്പം വന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ, അവളെ കഴിഞ്ഞ രാത്രിയിൽ റോമൻ പടയാളികൾ തട്ടിക്കൊണ്ടുപോയി കിരാതമായി ഉപദ്രവിച്ചു. പ്രാണൻ ബാക്കിയുണ്ടോ എന്ന് പോലും അറിയില്ല, ജയിലറയിലൊന്നും അറിയില്ല. പക്ഷെ പിരിയുമ്പോഴും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മാറാനാഥ. ഹല്ലേലൂയ. അദ്ദേഹം അതങ്ങോട്ട് പറയുമ്പോൾ അടുത്ത ആൾ പറയും, ഞാൻ എൻ്റെ പിഞ്ചോമനുകളെയും കൂടെ കഴിഞ്ഞ ആഴ്ച വന്ന്, ഇന്നവരില്ല. അവരെ വലിച്ചു പറിച്ച് സിംഹക്കുട്ടിലിട്ട് കൊടുത്തു. എന്നിട്ടും ആരാധന മുടക്കാൻ തോന്നില്ല. അവരും പിരിയുമ്പോൾ പറഞ്ഞു, നാം ഒരിക്കൽ മഹത്വത്തിൽ കാണും. പപ്പ യേശുവിനെ തള്ളരുത്, യേശുവിനെ നിരാകരിക്കരുത്. 100 അനുഭവങ്ങളുടെ ആ കഥകൾ അങ്ങോട്ട് പറയുമ്പോൾ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സഭ മുഴുവൻ ദുഃഖിതരായിട്ട് അവതരിക്കുന്ന അല്ലല്ല, വിവരിക്കാനാവാത്ത ഒരാവേശത്തിൻ്റെ ഇരമ്പൽ അവിടെ രൂപപ്പെടും. അതിൻ്റെ പേരാ ഉണർവ്. അനുഭവമുള്ളവന്റെ മധ്യമത്രം രൂപപ്പെടുന്ന ദൈവാത്മാവിന്റെ ഇടപെടലാണ് ഉണർവ്. ഉണർവ് കൃത്രിമ ശബ്ദമല്ല, ഉണർവ് നൃത്താഭ്യാസങ്ങളല്ല, ആധുനികമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഇടപാടുകളോ സമസ്യകളോ അല്ല. അനുഭവമുള്ളവന്റെ ആത്മീക വിളംബരമാണ് ഉണർവ്. ഇന്ത്യ മഹാരാജ്യം കാത്തിരിക്കുന്നു അത്തരമൊരു ഉണർവിനെങ്കിൽ അതിന്റെ ചാലക ശക്തികളായി ദൈവാത്മാവ് കലവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ഒരു മാറ്റത്തിന്റെ മാറ്റൊലി ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട്. ദൈവം സ്ഥിതിഗതികളെ മാറ്റാൻ പോകുന്നു. ദൈവം രാജ്യത്തിന്റെ ചിത്രം മാറ്റിവരയ്ക്കാൻ പോകുന്നു. സ്ഥിതിഗതികളെ അമ്പേ മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ ആത്മീക നവോത്ഥാനത്തിൽ ഉണർവിലേക്ക് കാലം മാറിമറിയാൻ പോകുന്നു. ഇങ്ങനെയാണ് സഭകളിൽ സാക്ഷ്യം പറയുന്ന രീതി ആരംഭിച്ചത്. അത് നമ്മളൊക്കെ എങ്ങനെ ആക്കിയെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ചിന്തിക്കുന്നവൻ അടുത്ത ആഴ്ച മുതൽ മര്യാദക്കുള്ള സാക്ഷ്യം പറഞ്ഞോണം, അതില്ലേ മിണ്ടാതിരുന്നോണം. ഹല്ലേലൂയ. ഇത് വാക്കി എടുത്ത് വെട്ടാനും കുത്താനും പരിഹസിക്കാനും പഠിച്ചു വച്ച കാര്യങ്ങൾ അപ്പാടെ പറയാനുമുള്ള സ്ഥലമല്ല. അനുഭവമുള്ളവൻ ബലിവേദിയിൽ നിന്നുകൊണ്ട് സ്വന്തം പ്രാണൻ ബലി കഴിച്ച തൻ്റെ സഹപ്രവർത്തകരുടെ കഥകൾ അങ്ങോട്ട് കഥനം ചെയ്യുന്ന ഏർപ്പാടാ അനുഭവ സാക്ഷ്യം. അതുകൊണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായി അവർ സാത്താൻ ജയിച്ചു. തെളിവോടുകൂടി സാത്താന്യ ശക്തികളെ തോൽപ്പിക്കാൻ ദൈവം അനുഭവം തന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണകരമായ വിപത്തിൽ നിന്ന് എൻ്റെ യേശുവിൻ്റെ രക്തം എന്നെ രക്ഷിച്ചു എന്ന് ഒരു കാലഘട്ടത്തിൽ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ സാത്താന്യ ശക്തികളുടെ കുരുക്കുകളെ മുഴുവൻ തകർത്ത് യേശു എന്നെ വിടുവിച്ചു. അവൻ്റെ രക്തം എനിക്ക് പര്യാപ്തമായിരുന്നു. അവൻ്റെ രക്തം നിമിത്തം ഞാൻ ഭീതിയെ ജയിച്ചു, മാനസികമായ തകർച്ചയെ ജയിച്ചു, അന്ധകാര ശക്തികൾ ജയിച്ചു എന്ന് പറയാൻ കഴിയത്തക്ക വിധം അനുഭവങ്ങളുടെ ഒരു പ്രവാഹമാണ് സാക്ഷ്യം. അതില്ലാത്ത ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാപിച്ചുകൊള്ളണം. ഇതിനകത്തും അന്ന് ചാരന്മാരെ അയക്കുമായിരുന്നു റോമക്കാര്. ഈ ചാരന്മാരിവിടെ വന്ന് പുറത്ത് നിന്ന് കേട്ടിട്ട് പോകുന്ന വാക്കുകളാ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. എന്നിട്ട് നമ്മൾ കർത്തൃമേശ കഴിക്കുക. മനസ്സിലായോ? തിരുമേശയുടെ ആചരണത്തിന് അങ്ങനെ ചില രീതികളുണ്ടായിരുന്നു. ഞാനിവിടെ തിന്നപ്പോൾ കുട്ടികൾക്ക് സംശയം ചോദിച്ച ഒരുത്തൻ ഈ അപ്പവീഞ്ചിൽ കൊടുത്തു പോയപ്പോൾ സ്നാനവും വേണ്ട ഒന്നും വേണ്ട വഴി നിന്നവർക്കൂടെ കൊടുത്തു. അപ്പോൾ മനസ്സിലാകാൻ ഞാനൊരു ഗുരുഭാഷ പറയാം, സുഗതനെന്ന് ഓർത്താൽ മതി. സുഗതൻ്റെ കെട്ടുപിടിച്ചവൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. എല്ലാവരും കൊടുത്തു. എന്നോട് ചോദിച്ചു അതിനകത്ത് എന്തിലും എതിരഭിപ്രായമുണ്ട്. ഞാൻ എന്താ എതിരഭിപ്രായം? എതിരഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, അവൻ ചെയ്തതിൽ ഒരു കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെന്താ കാര്യം? എൻ്റെ കാര്യത്തേ ഉള്ളൂ. അത് അവൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് അവൻ റൊട്ടിയും വൈനും ഒക്കെ മേടിച്ച് വഴിയെ പോകുന്ന മനുഷ്യർക്ക് കൊടുത്തതിന് ഞാൻ എതിർത്ത് കാര്യമുണ്ടോ? ഞാൻ ആര്? അവൻ ഇന്ത്യൻ പൗരൻ്റെ റൈറ്റാണ്. അവൻ ചായ മേടിച്ച് കൊടുക്കട്ടെ. മനസ്സിലായോ? തിരുമേശയുടെ പ്രമാണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. തിരുമേശ വേറെ, അവൻ ചെയ്ത പണി വേറെ. ഇപ്പോൾ പിടിയോ? ഹല്ലേലൂയ. അപ്പോൾ തിരുമേശയ്ക്കൊരു പാരമ്പര്യം, ഒരു ചരിത്രമൊക്കെ അല്ലേ? ഈ തിരുമേശ ഇങ്ങനെ നടത്തിയതിൻ്റെ പേര് ഒന്നും രണ്ടും പേരെയല്ല, ആയിരക്കണക്കിന് ആളുകളെ നഷ്ടമായ മാർഗം ഇത്. ഈ ആഴ്ചയും തിരുമേശ കൈക്കൊണ്ട ദൈവമക്കൾക്കായി സ്തോത്രം. 10,000-കണക്കിന് മനുഷ്യർ പ്രാണൻ വെച്ചുകൊടുത്ത് നാം ഇന്ന് ശീലിച്ചു പോരുന്ന യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആവേശകരമായ ഓർമ്മയാണ് തിരുമേശയുടെ ആചരണം. ഈ സഭ ഇങ്ങനെ ശക്തിപ്പെടും. ഈ പീഡ വർദ്ധിക്കും തോറും ഇങ്ങ് ശക്തിപ്പെട്ടു. നമ്മളൊക്കെ വളരാതെ പോയി എന്തുകൊണ്ടാണെന്നറിയോ? പീഡ ഇല്ലായിരുന്നു. ഞാനിന്നൊത്തി വിശദീകരിക്കുന്നില്ല. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന്. അധികം പേര് പറയുന്നുണ്ട് കേട്ടോ. ടി വിയിലൊക്കെ വാർത്ത വരുമ്പോൾ ഒരു ചെറിയ ആശങ്ക, ഇതൊന്നും പുറത്തുവിടാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ പെർസെൻറ്റ് 2.something ആയിരുന്നു. ഒക്കെ ഞങ്ങൾ പണ്ടേ വെട്ടി. ദൈവക്കളുടെ അളവ് ഇന്ത്യയിൽ എത്ര ആയിരുന്നു? 2.5. ഒക്കെ ഞങ്ങൾ വെട്ടിയിട്ട് നാളെത്രയായി? ഇതുവല്ലോ അറിഞ്ഞു ആരെങ്കിലും? ഹല്ലേലൂയ.
ഇന്ത്യ മഹാരാജ്യത്തിൽ ദൈവം വരുത്തിയ മാറ്റമുറത്തുണ്ട്. ദൈവത്തെ കരമുയർത്തുന്ന മഹത്വപ്പെടുത്ത ഇക്കാര്യത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു നന്ദികേരത്തിലല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ വിഷയം തീരണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം. സത്യത്തിൽ യേശുവിന് കൊള്ളാകുന്ന ഒരു ശിഷ്യനെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. ധൈര്യം ഉണ്ടോ? കൊള്ളാവുന്നൊരു ശിഷ്യൻ എന്ന് വെച്ചാൽ പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യാക്കോവിനേക്കാൾ, യോഹന്നാനേക്കാൾ കൊള്ളാവുന്ന ശിഷ്യര് നമ്മളാന്നുള്ള കാര്യം അറിയോ? ഇല്ല. തെളിവ് തരാമെന്ന്. അവരെക്കാൾ നമുക്ക് പ്രതിഫലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കണം. ഞാൻ കളി പറയാനല്ല വന്നേ, കഥ പറഞ്ഞ് തെളിയിക്കാം, വസ്തുത പറഞ്ഞ് തെളിയിക്കാം. 5 അപ്പം 5000 വീതിക്കുമ്പോൾ 1 പങ്ക് കൈപ്പറ്റാൻ 2 കൈ നീട്ടി നിന്നവൻ്റെ പേരാ പത്രോസ്. പോകാൻ നേരം 12 കൂടെ നിറച്ചെടുത്തപ്പോൾ ഒരു കൊട്ടയ്ക്ക് കാത്തു നിന്നവൻ്റെ പേരാ പത്രോസ്, അല്ലേ? കടലിന്മീതെ യേശു നടന്ന കണ്ടപ്പോൾ ആരവാരം കൂട്ടിയവൻ്റെ പേരാ യോഹന്നാൻ. ലാസർ ഇർക്കുമ്പോൾ അത് കണ്ട് ആത്മസന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയവൻ്റെ പേരാ മത്തായി. ശരിയല്ലേ? ഇത്രയൊക്കെ അനുഭവിച്ചവൻ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്ത് നിലപാടെടുത്തു? യോഹന്നാനുണ്ട്, അടുത്ത് നിൽപ്പോൾ വേറെ ഒറ്റ ഒരുത്തനെ കാണാൻ പറ്റുമോ? ഇല്ല. കാര്യത്തിലൊത്തപ്പോൾ പറയുക, ഞാനവനെ അറിയുന്നില്ല, എനിക്കവൻ അറിഞ്ഞുകൂടാ. പക്ഷേ കടയിൽ നടക്കുന്നത് കാണാൻ ഭാഗ്യമില്ലാത്ത, നേരിട്ടതൊന്നും കണ്ടിട്ടില്ലാത്ത, 5 അപ്പം ഇങ്ങനെ കൈനീട്ടി വാങ്ങാത്ത പാവപ്പെട്ട അൽക്കുടുത്തോട്ടം ഇന്നിവിടെ ഉണ്ട്, നിങ്ങളിവിടെ ഉണ്ട്. ഇതൊന്നും കാണാതെ നമ്മൾ പറയുക, ഞാനതെല്ലാം വിശ്വസിക്കുന്നു, ഇവൻ മാത്രം എൻ്റെ പ്രാണപ്രിയൻ. കണ്ടവനില്ലാത്ത വിശ്വാസം ഹൃദയാന്തഭാഗത്ത് അങ്കുരിച്ചിട്ട് നമ്മൾ പറയുക, ഇവൻ മാത്രം എൻ്റെ രക്ഷകൻ, ഇവൻ മാത്രം എൻ്റെ രക്ഷകൻ. 2000 ആണ്ടായി ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന നമ്മൾ ശ്രേഷ്ഠരല്ലേ? നമുക്കുണ്ടെന്നേ ചില ചരിത്രം, നമുക്കൊരു സന്തോഷമില്ല നമ്മുടെ കഥ പറയുമ്പോൾ. വല്ലയിടത്തെയും കഥ പറയുമ്പോഴാണ് ആവേശം. ഞാൻ കണ്ടില്ല, ഈ ദൂതൻ ദൈവത്തെ ആരാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾ അങ്ങ് ചാടുക. ഇടയ്ക്കെങ്ങാണ്ടൊരു കാത്തിരിപ്പി ഓത്തരുത് ഭൂതവളക കണ്ടപ്പോൾ ശുശ്രൂഷിക്കാമെന്ന് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു. ഊരി പിടിച്ച വാളുമായി ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അവിടെ ഇരുന്നൊരു അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു പിടി ഇട്ടു കൊടുക്കാനായി. ഊരി പിടിച്ച വാള് നമ്മുടെ ഈ സങ്കല്പങ്ങളിലൊരു പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ പ്രാർത്ഥിക്കും, ഗബ്രിയേൽ മികായേൽ കാവലായിരിക്കണം. എന്തോ കാര്യത്തിൽ നമ്മുടെ ആ കോഴിക്കൂടും 2 പശു ഇവരൊക്കെ നോക്കാൻ ആരാ? ഗബ്രിയേൽ. മണ്ണത്തിയിൽ ട്രാഫിക്ക് കൂടിക്കഴിയുമ്പോൾ DGP നിയന്ത്രിക്കാൻ വരണമെന്ന് പറഞ്ഞല്ല. ഇവിടെ അതിന് പോലീസുണ്ടെന്നോ? നമ്മളാണോ തീരുമാനിക്കുന്നത് ആര് വരണമെന്ന്? ആ ദൂതസഞ്ചയം കാവലായിരിക്കണമെന്ന് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ട ദൂതനെ ദൈവം അയക്കും. ഈ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിക്കൊക്കെ മീകായിൽ വന്നിക്കേണ്ട വല്ല കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സന്തോഷമില്ല? മനസ്സിലാവുന്ന കാര്യം നമ്മുടെ ഈ സങ്കല്പങ്ങളുടെ പ്രശ്നമാണ്. അതിനൊരു വിഷയമുണ്ട്. നമ്മുടെ കർത്താവ് ഞാൻ ഓർക്കാറുണ്ട്, കർത്താവ് നമുക്ക് ദൈവമായി തന്നൊരു ബന്ധമുണ്ട്. അതെന്താ തന്നെ? പിതാവ്. അങ്ങനല്ലേ ദൈവത്തെ വിളിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറയാം, ഈ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം പിതാവെന്ന് വിളിക്കുന്ന. പഴയ നിയമത്തിൽ ഒരൊറ്റ ഒരുത്തന് പിതാവെന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയപ്പോൾ ഇസഹാക്കിന്റെ ഭയമായവനെ അബ്രഹാം ദൂരത്തുനിന്ന് കണ്ട് അഭിനന്ദിച്ചവനെ ഞാൻ നിങ്ങളും വിളിക്കുന്നത് സ്വർഗസ്ഥ പിതാവേ. ഇങ്ങനല്ലേ? പിതാവേ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. അപ്പോഴേ ദൈവത്തോടുള്ള ദൃഢബന്ധം അതെന്താണെന്ന് അറിഞ്ഞെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ് ശ്രദ്ധിക്കണേ. യേശു തൻ്റെ പിതാവാം ദൈവത്തെ വിളിച്ചൊക്കെ
പിതാവേ. എൻ്റെ പഠനത്തിൽ ഒരിക്കൽ മാത്രം വിളിച്ചു ദൈവമേ. എവിടെ ആയിരിക്കും? ക്രൂശ് കിടന്നപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എലീ എലീ ലമ്മാ ശബക്തനി. നീ എന്നെ കൈവിട്ടത് എന്ത്? ഇവിടെ മാത്രമേ ഉള്ളൂ ദൈവമേ എന്ന വിളി. എന്തായിരിക്കും കാര്യം? കൈയിട്ടപ്പോൾ ബന്ധമറ്റു. മനസ്സിലായില്ല? ബന്ധമറ്റു. ആ പിതൃബന്ധമറ്റ് കൈവിട്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ അലറുന്നത് പോലെ നീ കൈവിട്ടതെന്ത്? പക്ഷെ കൈവിടുമ്പോൾ ഓർക്കരുത്, ഇവിടെ തകർച്ചയാണെന്ന് ഓർക്കരുത്. ഇതൊരു പുതിയ തുടക്കമാണ്. കുതിച്ചുയരാൻ പോവാ. ഒരു ഘട്ടത്തേക്ക് കൈവിടുമ്പോൾ ഇരട്ടി 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 ബലത്തോടെ ചരിത്രം സൃഷ്ടിക്കാനാ ചിലപ്പോഴൊക്കെ അവൻ കൈവിടുന്നത്. ചില ഘട്ടത്തൊക്കെ പ്രാർത്ഥന താമസിക്കുന്നത് സുശക്തമായൊരു പ്രാർത്ഥന ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ഉത്തരം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാ. കൈവിട്ടപ്പോ പരമയാഗമായി അവിടെ തീരുക. അവസാന ഘട്ടം അത് പൂരിപ്പിക്കുന്നുണ്ട്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വിട്ട കരം എന്നേക്കുമായി വിട്ടില്ല, അതവിടെ തന്നെ ഉണ്ട്. അത് കണ്ടിട്ട് പുത്രൻ പറയുക, ദൈവമേ എന്ന് വിളിച്ചവൻ വീണ്ടും വിളിച്ചു, പിതാവേ, നിന്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു. ഒരിക്കലും ആ കൺ പിൻവലിഞ്ഞിട്ടില്ല. പ്രാർത്ഥന ഒരിക്കലും അർത്ഥവത്തല്ലാതായി തീർന്നിട്ടില്ല. ഒരിക്കലും അവൻ കൈവിടാതെ ആ ശബ്ദം ഒപ്പിയെടുക്കുക. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ ചരിത്രത്തിൻ്റെ ബലിവീതിയിൽ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇട്ടിട്ട് പോയി എന്നരിക്കണ്ട, ഉപേക്ഷിച്ചു പോയി എന്നരിക്കണ്ട. അവൻ എന്നേക്കും ഉപേക്ഷിക്കാൻ നീ അനീതിയുള്ള ന്യായാധിപനല്ല, മറിച്ച് സ്വീകരിക്കാൻ ആ കരം ഇന്നുണ്ട്. ഹൃദയം തുറന്ന് നമുക്ക് ആ കരം കാണാം, അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അപ്പോൾ ഈ ക്രൂശു മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട പലരും ഇല്ലാതിരിക്കേ അത് കാണാൻ ഏതാനും സ്ത്രീകളും യോഹന്നാൻ ഒരുവനും എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഒരു കാര്യം പഠിക്കും, ഗൗരവമുള്ളൊരു കാര്യം. പിറവി കൊണ്ട യേശുവിനെ കണ്ടിട്ട് ആളുകളിൽ ചിലർ പറഞ്ഞു, നീ യേശുവിനെ കാണാൻ വന്നവരെ പൊന്നും മൂന്നും കുന്തിരിക്കുകയും കൊണ്ടെന്ന്. ചിലർ വന്ന് പട്ടും പാടി കൊട്ടും കൊട്ടി ആഘോഷിച്ചു പോയി. ഈ മാഗികൾ എന്നറിയപ്പെടുന്ന, മാഗികൾ എന്ന് വിളിക്കേണ്ട വിദ്വാൻമാർ, അവർ പിന്നെ ഇവിടെ പോയി. അന്ന് കാണാമെന്ന ആട്ടിടയന്മാരിൽ എത്ര പേര് യേശുവിനെ അനുഗമിച്ചു? ശരിയല്ലേ? അനുഭവമുള്ള പലരും യേശുവിനെ അനുഗമിക്കാതെ തിരിച്ചുപോയി. ഈ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ പ്രതീക്ഷിച്ച ചിലരുണ്ടേ. ഒരാൾ ബഥാന്യയിലെ ലാസായിരുന്നു, മരിച്ചിരുന്നില്ലെങ്കിൽ. മറ്റൊരാൾ യായിറോസിൻ്റെ മകളായിരുന്നു. ഇനിയും ഒരാൾ പക്ഷവാത രോഗി സൗഖ്യം പ്രാപിച്ചവനായിരുന്നു, കാത് കെട്ടവനായിരുന്നു, കണ്ണ് കണ്ടവനായിരുന്നു, അല്ലെങ്കിൽ അവരെ കുടുംബാംഗങ്ങളായിരുന്നു. ഇവരാരും ക്രൂശിന്റെ ചുവട്ടിലില്ല. ക്രൂശിന്റെ ചുവട്ടിൽ മഗ്ദലീന എന്നൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ അമ്മയായ മറിയ നിൽപ്പുണ്ട്. ക്ലയപ്പാവിന്റെ ഭാര്യ എന്നൊരു സ്ത്രീ നിൽപ്പുണ്ട്. ശലോമി എന്ന് പേരുള്ള മറിയയുടെ അനുജത്തി നിൽപ്പുണ്ട്. ഒരു പാവം യോഹന്നാൻ നിൽപ്പുണ്ട്. ഞാൻ നിഷ്പക്ഷമായൊരു ചോദ്യം, 5 അപ്പം വീതം വിൽക്കുന്നിടത്ത് കൈനീട്ടി ഒരപ്പം ഭക്ഷിക്കുന്ന ഗണത്തിൽ നിൽക്കാനോ നിങ്ങൾക്കിഷ്ടം ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനോ? കടലിൻ മീതെ യേശു നടന്ന കാണുമ്പോൾ ആരവം മുഴക്കുന്ന ജനാവലിക്കൊപ്പം കൂടാനോ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനോ? നിങ്ങൾക്കിഷ്ടം ലാസറിനെ ഉയർപ്പിക്കുന്ന ഇടത്ത് ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞ് മരിച്ചു മണ്ണടങ്ങാൻ തുടങ്ങുന്നവനെ ജീവനോടെ കൊണ്ടുവന്ന അത്ഭുതം കാണാനോ പ്രായശ്ചിത്ത ബലിയായി യേശു പിടിയുന്ന രംഗം കാണാനോ? അധികം പേർക്ക് ഈ ക്രൂശിന് ചുവട്ട് നിൽക്കാൻ കഴിയില്ല.
ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനുള്ള ചങ്കുറപ്പിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. ഇവിടെ നിൽക്കാനുള്ള കരുത്തിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. അനവധി പേർക്ക് നിൽക്കാൻ കഴിയാതെ പോയപ്പോൾ ഞാനും നിങ്ങളും 2025 പിടിച്ചു നിന്ന പ്രചോദനത്തിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. അതറിഞ്ഞിട്ട് പത്രോസ് പറയാ, ക്രിസ്ത്യാനിയായിട്ട് കച്ച സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്ര വേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് സുവിശേഷം കേൾക്കുന്നത് കാർ കിട്ടും, വീട് കിട്ടും, വണ്ടി കിട്ടും, വിദേശത്ത് പോകും, അതൊക്കെ പൊക്കോട്ടെന്നേ. പക്ഷെ പ്രധാനം ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ അവൻ നിന്നെ ക്ഷണിക്കുന്ന സന്ദേശമാ ഈ സുവിശേഷം. ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവനെ മാത്രം നോക്കി 5 നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നീ എന്നെ വിളിച്ചല്ലോ, അത് കാണുന്ന സുവിശേഷം. ചെറുപ്പത്തിലെ ആ സുവിശേഷം കണ്ട ഒരു വയോധികനുണ്ടായിരുന്നു. പേര് ശിമയോനെന്നാ. വിറയാന്ന കരം കൊണ്ട് യേശുവിനെ കയ്യിലെടുത്തിട്ട് ഉണ്ണിയേശു നല്ല വിളിച്ച്, കുഞ്ഞുവായെ നല്ല വിളിച്ച്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്ത്രീകൾ ചില കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വിളി എന്താണെന്നറിയോ? കള്ളൻ. എന്തിനു വിളിക്കാന്ന് ഒരു വിളിയില്ല. കൊണ്ടിട്ടുണ്ടോ? ഒരു തല്ലു കൊടുത്ത് ആദ്യം വിളിക്കുന്നത് എങ്ങനെയാ? കള്ളൻ. യേശുവിനെ എടുത്തിട്ട് ശിമയോൻ ഇങ്ങോട്ട് വെച്ചിട്ട് വിളിച്ചോ, കള്ളൻ. കുഞ്ഞാവേ, ഉണ്ണി, ബിസ്ക്കറ്റ് വേണോ, പാല് വേണോ, അതൊക്കെയാ ചോദിക്കണ്ടേ. ഹന്നാന്ന പ്രവാചകി ഇതിനെ ചോദിക്കണ്ടേ? അവർ ചോദിച്ചില്ല. വിവരമുള്ളവൻ ഈ കുഞ്ഞിക്കാൽ കടിക്കുന്ന യേശുവിനെ കണ്ടിട്ടും വിളിക്കുക, അഡോണായി, എൻ്റെ നാഥ, എൻ്റെ ഗുരു. ആ പിഞ്ചു കരങ്ങൾ, വിറയ്ക്കുന്ന കരങ്ങൾ കണ്ടിട്ട്, ചിമ്മി വരുന്ന കണ്ണ് കണ്ടിട്ട് ഉണ്ണീശോ നല്ല വിളിച്ച്. ശിമയോൻ എന്ന ശ്രേഷ്ഠ പ്രവാചകന് ഇവൻ രാജാതി രാജാവായ നാഥനാണെങ്കിൽ ഏത് വകുപ്പിലാടാ നിന്റെ ഉണ്ണീശോ ആകുന്ന പോടാ? വിവരമില്ലാത്ത വർത്താനം പറയില്ല. ഇത് ഉണ്ണീശോ അല്ല, എൻ്റെ നാഥൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ രാജാതി രാജാവ്, എൻ്റെ കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, 1000 ദൂതഗണങ്ങൾ വാഴ്ത്തുന്നവൻ. ഹല്ലേലൂയ. ഇതാ യേശുക്രിസ്തു. പിറവി കൊണ്ട യേശുവിനെ ആർക്കാ മനസ്സിലായെന്നറിയണ്ടേ? ഒരു ശിമയോനും ഒരു ഹന്നായ്ക്കും. ഉപവസിച്ച യേശുവിനെ ഏതാണ്ട് മനസ്സിലാക്കിയത് പിശാച്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര. ക്രൂശിക്കപ്പെട്ട യേശുവിനെ മനസ്സിലായത് ആർക്കാ? ക്രൂശി കിടന്നൊരു കള്ളന്. നീ ദൈവപുത്രനായി രാജ്യത്വം പ്രാപിച്ച് ഒരു ദിവസം വരും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മനസ്സിലായത് ഏതാനും സ്ത്രീകൾക്ക്. അങ്ങനെയെങ്കിൽ പുനരാഗമനം ചെയ്യുന്ന ക്രിസ്തുവിനെ ആര് മനസ്സിലാക്കുമെന്ന് പഠിച്ച്, ആർക്കാണ് അവൻ തിരിച്ചറിയാൻ പറ്റുക? ആർക്കാണ് അവനെ മനസ്സിലാവുക? ഹൃദയം തുറന്നു പിടിച്ച് അവനെ ഒന്ന് കാണാൻ, രാജാതി രാജാവായി കർത്താതി കർത്താവായി തിരുസഭയെ സ്വീകരിപ്പാൻ വരുന്നവനെ ഹൃദയം തുറന്നു പിടിച്ച് കാണാൻ ഇന്ന് തയ്യാറെടുക്കണം. അതിന് വേണ്ട ഒരു വസ്തുതയാ പറയുന്നത്. ഒരു നൂറ്റാണ്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സഭ അങ്ങ് വളർന്നു. ശവക്കോട്ടൊക്കെ രൂപപ്പെട്ടെങ്കിലും ഇതങ്ങ് വളർന്നു. ഇത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ പൗലോസിനെ തടവിലാക്കി, യോഹന്നാനെ നാടുകടത്തി, പത്രോസിനെ പീഡിപ്പിച്ചു, യാക്കോബിനെ വാറിൻ്റെ വായ്ത്തലയ്ക്ക് കൊന്നു. അവരിട്ടിട്ട് പോയോ? ഇല്ല. അതിൽ പൗലോസിനെ എന്തെല്ലാം ചെയ്തു? അതിലൊന്നാ ഈ തടവിലിടുക. ഞാൻ ഈ പൗലോസിൻ്റെ തടവ് പലപ്പോഴും ഓർക്കാറുണ്ട്. അതിന് കാരണമുണ്ട്. നിങ്ങളെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കത്ര ഡിമാൻഡ് അല്ലേ? എന്തെല്ലാം വേണം? ഒരു യോഗത്തിന് മുമ്പ് എന്തെല്ലാം ഡിമാൻഡ് അല്ലേ? എന്തെല്ലാം അറിയും. പക്ഷേ ഞാനിന്ന് വായിച്ച റോമാലേഖനം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള പല ലേഖനങ്ങളും അദ്ദേഹം എഴുതുന്നതേ ജയിൽ കിടന്ന. ഈ ജയിലിൻ്റെ പുറത്ത് കേൾക്കണോ? 4x4 ജയിൽ, 20 അടി താഴ്ചയാ. അവിടെ കിടന്ന് പ്രാപിച്ചതാ ഞാനും നിങ്ങൾ ഇന്നിവിടെ വായിക്കുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ ജയിലിലേക്ക് ഇടാൻ കൊണ്ടുപോകുമ്പോൾ കുറ്റവിത്തുള്ളൂ. സുവിശേഷം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ റോമിലെ ധാരാളം അടിമകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവരുടെ ക്രൂരത മാറി.
അവരുടെ ഭീകരത മാറി, അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായി. ഇതാ സുവിശേഷം ലോകത്തെല്ലായിടത്തും ചെയ്തേ. ഞാനത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞ് നോക്കുകയല്ലോ. ശ്രദ്ധിക്കണം. ഞാനും എൻ്റെ വൈഫും കൂടെ വന്നേ. ഞങ്ങൾ ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് പൂനെയിലെ മുക്തി മിഷൻ സന്ദർശിച്ചു. മുക്തി മിഷൻ എന്ന് കേട്ടിട്ടുള്ളവർ ഒന്ന് കൈയുയർത്തിക്ക്. ആ ഉണ്ട്, കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയില്ല. അവിടെ ഏതാണ്ട് 300-ഓളം ഏക്കർ സ്ഥലം ഈ സ്ഥാപനത്തിനുണ്ട്. പിന്നെ നടുവിലൂടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അത്രയും വിശാലമായി കിടക്കാൻ ഇവർ കൊടുത്ത സ്ഥലത്തുക റെയിൽവേ സ്റ്റേഷൻ. എന്താ മുക്തി മിഷൻ്റെ പ്രത്യേകത അറിയാം? പണ്ഡിത രമാബായി എന്നറിയപ്പെടുന്ന ഒരു യേശുവിൻ്റെ അനുഗാമി സ്ഥാപിച്ച സ്ഥാപന. പണ്ഡിത രമാബായി സരസ്വതി എന്ന് പറയുന്ന ഈ സ്ത്രീ പണ്ഡിറ്റ് എന്ന ബിരുദം കിട്ടിയ ആദ്യത്തെ ആളാണ് ഇന്ത്യയിൽ. നമ്മൾ പണ്ഡിറ്റ് നെഹ്റു എന്നൊക്കെ കേട്ടല്ലോ. നെഹ്റുവിന് ഓണററി ആയിരുന്നു. അപ്പം സംസ്കൃതത്തിൽ അവഗാഹമുള്ള ഒരു ബ്രാഹ്മൺ സ്ത്രീ. ഈ പണ്ഡിത രമാബായി ചിത്പവൻ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളായിരുന്നു. ചിത്പവൻ കൂടിയ ബ്രാഹ്മൺസാണ്. അവർ മറ്റ് ബ്രാഹ്മൺസിൻ്റെ ഫുഡ് കഴിയില്ല. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ചിത്പവനായിരുന്നു. ഈ സ്ത്രീ കൊച്ചുകുട്ടായിരിക്കെ കർണാടകയിൽ നിന്ന് അപ്പനോടും അമ്മയോടുമൊക്കെ ഒപ്പം യാത്രയായി പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഇങ്ങനെ പോവാ. നടന്നും കഷ്ടപ്പെട്ടുമൊക്കെയുള്ള യാത്രയാണ്. വലിയ പട്ടിണിയാണ്. പട്ടിണിയുടെ പ്രധാന കാര്യം എന്താ? പട്ടിണിയുടെ പ്രധാന കാര്യം എന്താ നമുക്കറിയാൻ ഭക്ഷണമില്ല. ഒരു കുട്ടിയോട് പണ്ട് അധ്യാപകൻ ചോദിച്ചു, മെച്ചപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അടിയന്തിരമായി വേണ്ട എന്താന്ന്? പയ്യൻ പറഞ്ഞു, അത് ആദ്യം മെച്ചപ്പെട്ട ദാരിദ്ര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞു, എങ്കിലേ അത് നീക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരുടെ പ്രശ്നം അതല്ല. എല്ലാ ഫുഡും കഴിക്കാൻ വയ്യ. അവരെ തത്തുല്യര് കൊടുക്കുന്ന ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ. നോൺ വെജ് ഒന്നും കഴിക്കാൻ വയ്യ. നോൺ വെജ് അല്ലെങ്കിലും പറ്റില്ല അവർക്ക്. വലിയ കഷ്ടപ്പാട്. അങ്ങനെ ഒരു പുണ്യനദിയിൽ മുങ്ങി പൊങ്ങുമ്പോൾ അവരുടെ പകൽ ഒരു വിഗ്രഹം കിട്ടി. ഈ കുട്ടി അന്നു മുതൽ ആദരിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു. ഇന്ന് അതിൽ നിന്നിങ്ങനെ ശ്രേഷ്ഠമായ ഒരു ഐഡൽ കിട്ടിയുണ്ടാകും. ആളുകൾക്കൊക്കെ വേണ്ടി അവൾ പ്രാർത്ഥിക്കണമെന്നായി. പണ്ഡിതനായ പിതാവിൻ്റെ പദാന്തിക ഇരുന്ന് അവൾ ഓല പഠിച്ചു, സംസ്കൃതം പഠിച്ചു, സംസ്കൃത കാവ്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഈ യാത്രയിൽ കുറേ സ്ഥലങ്ങൾ പിന്നിട്ട് മഹാരാഷ്ട്രയിലെത്തുന്നതിന് മുമ്പ് അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, കുടി ഒറ്റപ്പെട്ടു. അപ്പൻ മരിക്കാൻ കാരണം പട്ടിണി. അവൾ അതീവ ദുഃഖിതയായി. ഈ കയ്യിലിരുന്ന ബിംബം അതിനോട് ചോദിച്ചു. ഞാൻ അനേകർക്ക് ഇത് വെച്ച് ശാന്തി പറഞ്ഞു, സമാധാനം കൽപ്പിച്ചു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് കിട്ടുന്നില്ല. പിടയുന്ന അപ്പൻ്റെ കണ്ണുകൾ എന്നെ വേദനിപ്പിക്കുന്നു. അപ്പൻ ആഹാരം കൊടുക്കാൻ കഴിയാത്ത എൻ്റെ ഗതികേട് എന്നെ വേദനിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് സ്വസ്ഥത തന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ അവനെ അനുധാവനം ചെയ്യും. വിചരിക്കുന്നില്ല. അവൾ യേശുവിൽ രക്ഷകനെ കണ്ടെത്തി. താമസിയാതൊരു വിദേശ വനിതയെ പരിചയപ്പെട്ടു. അമേരിക്കയിൽ കൊണ്ടുപോയി, UK കൊണ്ടുപോയി. അവിടെ ചെന്ന് കണ്ട പെൺകുട്ടിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ മനുഷ്യരെ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളൊക്കെ കഴിക്കുന്നു, മാംസം കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു, നല്ല ആരോഗ്യം, നല്ല ബുദ്ധിശക്തി, ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. തിരുത്താൻ ആരംഭിച്ച് നാട്ടിലേക്ക് നാട്ടിൽ മടങ്ങിയെത്തി അവരൊരു കാഴ്ച കണ്ടു. സതി പോലെയുള്ള ദുരാചാരങ്ങളിൽ അകപ്പെട്ട ധാരാളം പെൺകുട്ടികൾ മരിച്ചു വീഴുന്നു. അവർ ഒറ്റപ്പെടുന്നു. ചിലർ ഒറ്റപ്പെടുന്നതും മരിച്ചു വീഴുന്നതും എങ്ങനെയെന്ന് പറയാം. വിധവ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ ഈ കേട്ട പോലല്ല ഈ സതിയിലെ വിധവ. എങ്ങനെയെന്ന് പറയാം. ഈ വിധവ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു സങ്കല്പം അല്ല ഇത് കേട്ടോ. വിധവയ്ക്ക് 12-13 വയസ്സൊക്കെ ഉള്ളൂ. എൻ്റെ കാരണം അന്ന് 10-12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്
80, 85, 90 വയസ്സ് നവതി കഴിഞ്ഞ ഒരു കാർന്നോരാ. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്, ഈ അപ്പച്ചൻ 90 വയസ്സുള്ള അപ്പച്ചൻ 12 വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിച്ചു വരിക. അതിൻ്റെ റെക്കോർഡ് ഭേദിച്ച ആളുകളുണ്ട്. അലി ഫിലിപ്പ് സാറേ, അലി ഫിലിപ്പ് സാറുണ്ടോ ഇവിടെ? ഉണ്ട്. ആ റെക്കോർഡും ഭേദിച്ച കഥ നമുക്കറിയാം അല്ലേ? പോട്ടെ. അപ്പോൾ ഇങ്ങനെ വരിക. ഈ വരും വഴിക്ക് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഈ 90 വയസ്സുകാരൻ 12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആ സന്തോഷം കൊണ്ട് വരുന്ന വഴി അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. പ്രീഡിയോ മരിച്ചു കഴിഞ്ഞാൽ വിധവ. ഈ ശവശരീരത്തോട് ചേർത്ത് പച്ചമുള കീറി തലങ്ങന വിലങ്ങന വച്ച് വള്ളിക്ക് വരിഞ്ഞു കെട്ടി മീതെ ചന്ദനൊട്ടി നിരത്തി അതിൻ്റെ മീതെ പഞ്ചസാര വിതറി അതിൻ്റെ മീതെ നെയ്യൊഴിച്ച് പന്തം കൊളുത്തി മന്ത്രം ചൊല്ലി ഇരുത്തി കൊടുക്കും. ഒന്ന് കരയാൻ പോലും കഴിയാതെ കുഞ്ഞ് മരിച്ചു വീഴും. ഞാൻ പണ്ഡിതന്മാരായ തൽക്കാലം മാറ്റി തലസ്ഥാനത്ത് വില്യങ്കേരി കൊണ്ടുവരുന്നു. മഹാനായ കേരി ഒരിക്കൽ വരുമ്പോൾ തലമൂഢനം ചെയ്തൊരു കൊച്ചു പെൺകുട്ടി അരിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. കേരി ചോദിച്ചു, എന്താ വിഷയം? ഒടുക്കം പിന്നാലെ വന്ന ഒരുപാട് ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ ബന്ധുവാ, ഇവള് തലമൂഢനം ചെയ്ത് അവളെ വൈദവ്യ വസ്ത്രം അണിയിച്ച് ഭർത്താവിനെ ചിതയിൽ കിടത്താൻ നേരം ആചാരം ലംഘിച്ചോടുന്ന. അതും പറഞ്ഞു കൊല്ലരുതേ. ആര് പറഞ്ഞു പറ്റില്ല, ഇത് നിയമമാണ്. അങ്ങനെ വിളിച്ചോണ്ട് വന്നു. എന്താണിതെന്ന് കാണാൻ വില്യങ്കേരി ചെന്നെന്നാണ് ജീവചരിത്രത്തെ എഴുതിയിരിക്കുന്നത്. ഈ ശവശരീരത്തോടൊപ്പം വെച്ച് വള്ളി വരിഞ്ഞ് കിട്ടി ചന്ദനമുട്ടി വെച്ച് തടിക്കട്ടകൾ നിറച്ച് അങ്ങോട്ട് എത്തി കൊളുത്തുമ്പോൾ അലറാൻ പോലും ത്രാണിയില്ലാതെ ഈ കുഞ്ഞ് മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട് വില്യങ്കേരി നിശ്ചയിച്ചുറപ്പിച്ചു, ഇതിനൊരു മാറ്റം വരുത്തിയേ ഞാനിവിടം വിട്ടുപോകൂ. നിശ്ചയദാർഢ്യമുള്ളവന്റെ മുമ്പിൽ ഹിമാലയവും വഴിമാറുമെന്ന, നിശ്ചയദാർഢ്യമുള്ളവന്റെ മുമ്പിൽ പാതാള ഗോപുരങ്ങൾ തകർന്നിയുമെന്ന വില്യങ്കേരി പ്രാർത്ഥിച്ചു. പാർലമെന്റിന് കത്തയച്ചു. ബ്രിട്ടനിൽ പാർലമെന്റ് ഒരു തീരുമാനമെടുത്തു, രാജ്ഞി സതി നിരോധിക്കാം. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, അതിപ്പോൾ നമ്മളതൊന്ന് നിരോധിക്കാൻ പോണ്ട. നമ്മൾ നിരോധിക്കാൻ പോയാൽ നമ്മുടെ കച്ചവടം മുടങ്ങും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാന്നേ? നമ്മളെ നടക്കാൻ വന്ന, പിന്നെ ഇതിനെന്നാ കച്ചവടത്തിന് കൊള്ളയടിക്കാൻ വന്ന. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് നമ്മളെ കൊള്ളയടിച്ച ആൾക്കാരുണ്ട്. ആരാന്നറിയണേ? ഇവിടെ ഭരിച്ച നാട്ടുരാജാക്കന്മാർ. അല്ല, ജനാധിപത്യം വെച്ച് നമ്മെ സന്തോഷിപ്പിക്കല്ല. 108 വിധ കരമാ തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചെടുത്തത്. 108 വിധ കരം നമ്മളിന്ന് പിരിച്ചെടുത്ത കക്ഷികളാണ്. അവർ കൊള്ളയടിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറകെ ഒന്ന് കൊള്ളയടിച്ചു. അപ്പോൾ കൊള്ളക്കാരകത്തും പുറത്തുകൊണ്ടായിരുന്നു ഒരുപോലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, നമ്മളിതൊന്നും മാറ്റണ്ട, ഇത് ആമശുപോയി. പക്ഷെ കേരി വിട്ടില്ല. നിരന്തരം 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 കഥയച്ചു. കേരിക്ക് ജോലി ഉണ്ടായിരുന്നു. ബ്രിട്ടന്റെ കത്തുകൾ, ഗവർണറുടെ കത്തുകൾ ബംഗാളി ഭാഷയിലാക്കുന്ന ട്രാൻസ്ലേറ്ററായിട്ട് ജോലി. ഒരു ദിവസം കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുമ്പോൾ തപാൽ ഓഫീസിൽ നിന്ന് ജീവനക്കാരൻ ഒരു കവി കൊണ്ടു കൊടുത്തു. പൊട്ടിച്ച് വായിക്കുമ്പോൾ കേരി നടുങ്ങിപ്പോയി. ബെന്റിംഗ് പ്രഭുവിൻ്റെ കത്താണ്. വില്യം ബെന്റിംഗ് ആകുന്ന ഞാൻ എൻ്റെ അധീനതയിൽപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും സതി എന്നൊരു ദുരാചാരം നടക്കുന്നതായി അറിവിൽപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ആ ദുരാചാരം നടത്താൻ പ്രേരിപ്പിക്കുകയോ ശിശു കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ അതിലേക്ക് കടത്തിവിടുകയോ ചെയ്യുന്ന യാതൊരാളും അതിദാരുണമായ ശിക്ഷയ്ക്ക് വിധേയരാകും. അത് നിയമവിരുദ്ധമായി സ്വത്തുക്കൾ കണ്ടുകെട്ടും. അനിവാര്യമെന്ന് കണ്ടാൽ കടുത്ത ശിക്ഷ നൽകും. ഈ വിളംബരം അങ്ങോട്ട് കിട്ടുന്നേ. കേരി ഇത് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. പഴയ പ്രാർത്ഥനയ്ക്ക് 10 കൊല്ലം കഴിഞ്ഞാലും ഒരു മറുപടി, ഒരു വരവുണ്ട് കേട്ടോ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലതിനൊക്കെ ഉത്തരം കേട്ടോ. ഈ ദിനങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു മറുപടിയാ. അപ്പോഴോർക്കണം, കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചതിന് മാത്രമല്ല, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരം. ഇതെല്ലാം പുറത്തായപ്പോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂനെ നഗരം കണ്ടതേ 75,000 സ്ത്രീകൾ
പൂനെയുടെ തെരുവീതികളിൽ കൂടി മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ പോവാ. എന്താ മുദ്രാവാക്യം എന്നറിയണ്ടേ? സാദി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് തന്നെ കുഴപ്പം. കണ്ടോ, ചിലരെ മനസ്സ് പോലും മടുത്തു. പക്ഷേ സാദി തിരിച്ചു വന്നോ? ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കണ്ടേക്കാം. ആധികാരികമായി വന്നോ? ഇല്ല. അപ്പോൾ ഒന്ന് ഉറപ്പിച്ചേ പോകാവൂ. ചിലതരം ആചാരങ്ങളുടെ അടിത്തറ മാന്തിയിട്ടേ ഞങ്ങൾ പോവും. മനുഷ്യത്വ വിരുദ്ധമായ ദുരാചാരങ്ങളെ ഖബറടക്കം നടത്തിയിട്ട് ഭക്തൻ ഇവിടം വിട്ടുപോകൂ. അതിന്റെ അധികാരം ഈ പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ സ്ഥിരപ്പെട്ട സകല അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ആ ബലത്തോടെ, ആ അധികാരത്തോടെ ഭക്തൻ ഈ പുസ്തകം നിന്ന് ദൈവം അയച്ചതെങ്കിൽ ചിലതിന്റെ കെട്ടഴിക്കാൻ, ചിലതിനെ ആത്യന്തികമായി തകർക്കാൻ ഉജ്ജ്വലമായ ആയുധമാ ദൈവം തന്നിരിക്കുന്ന ഈ പുസ്തകം. അതുകൊണ്ട് പണ്ഡിതയിലേക്ക് വരണം. ഈ സതിയുടെ ചരിത്രം എഴുതുന്ന, നിരോധിച്ച ചരിത്രം എഴുതുന്ന പല ആളുകളും രാജാറാം മോഹൻ റോയ് കൊണ്ട് നിർത്തുക. വില്ലങ്കേരി ഓർക്കൂല, നമ്മുടെ പണ്ഡിത രമാബായി ഓർക്കൂല, പക്ഷെ സർക്കാർ ഓർത്തിട്ടാ. 1960 ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണകൂടം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ടാണ് പണ്ഡിത രമാബായി അഭിനന്ദിച്ചത്. സന്തോഷമുണ്ടോ ദൈവങ്ങൾക്ക്? അന്യഭാഷ പറയുന്ന, സ്നാനപ്പെട്ട, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സഹോദരിയുടെ പേര് ഒരു തപാൽ സ്റ്റാമ്പായി ഇന്ത്യയുടെ ചരിത്രത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിത രമാബായിയുടെ പേരുള്ള അവരുടെ ചിത്രം പതിച്ച തപാൽ സ്റ്റാമ്പാണ്. 90കളിൽ വില്ലുകേരിയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറങ്ങി. രാജ്യം ആദരിച്ചു ആ മഹാവ്യക്തിത്വത്തെ. എന്തിനാ പറഞ്ഞേ? ഇന്ന് ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ ഉത്തരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിഞ്ഞു വരും. അത് താമസിക്കയില്ല. ദർശനത്തിന്റെ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വരും നിശ്ചയം. എത്ര കഴിഞ്ഞാലും അതിനുവേണ്ടി കാത്തിരിക്കണം. വാഗ്ദത്തങ്ങൾ സ്വായത്തമാക്കിയല്ലാതെ ഭക്തനെ ദൈവം ഇവിടെ നിന്ന് എടുക്കുകയെന്ന് വിശ്വസിച്ചട്ടെ. ഞാൻ തോറ്റു തുന്നപാടുമെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോഴൊക്കെ ഭക്തൻ പറയണം, ഞാൻ കേട്ട വാഗ്ദത്തം പ്രവചനമായി, ദൈവശബ്ദമായി, വചനധ്യാനമായി, സ്വപ്നമായി, ദർശനമായി എന്റെ ഉള്ളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രാപിച്ചല്ലാതെ എന്റെ പ്രാണനെ എടുക്കാൻ ഒരു ശക്തിക്കും അധികാരമില്ല. ഈ ബലത്തോടെ വേണം ഈ രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങാൻ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് അവസാനിപ്പിക്കണം. സഹോദരി, ഈ രമാബായി ഇത്തരം സ്ത്രീകളെ പെറുകി തൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. 1-2 പേരെയല്ലെന്ന്, 3500 അന്തേവാസികൾ ഘട്ടത്തിൽ. മനസ്സിലായോ? സമൂഹം തള്ളിക്കന്ന കുഷ്ഠരോഗികൾ, ചേരിനിവാസികൾ, ആർക്കും വേണ്ടാത്ത സ്ത്രീകൾ, അവരെ കണ്ണിരൊപ്പാൻ ദൈവം ഉപയോഗിച്ചത് ഒരു സാധു സ്ത്രീയെ. ആ സ്ത്രീയുടെ സ്ഥാപനത്തിൽ നിന്ന് 1903 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്യഭാഷ പറയുന്ന അനുഭവത്തോടെ ഒരു സമൂഹം രൂപപ്പെട്ടതെങ്കിൽ 100-130 വർഷത്തെ ചരിത്രമുള്ള നമ്മൾ 130-ൽ പരം വർഷം കഴിയുമ്പോൾ തണുത്തുറഞ്ഞ് നാമാവശേഷമാവുകയായിരുന്നില്ല. ഒരു കനത്ത അഗ്നിഗോളമായി ആളിപ്പറന്ന് ഇന്ത്യയുടെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വലിയ ശക്തിയായി രൂപപ്പെട്ടെങ്കിൽ, രാഷ്ട്രം ശ്രദ്ധിക്കുന്ന ഒരു ശക്തിയായി രൂപപ്പെട്ടെങ്കിൽ, അതാ പ്രാർത്ഥിച്ചവന്റെ, ആത്മനിറമുള്ളവന്റെ, അന്യഭാഷ ഉള്ളവന്റെ പാരമ്പര്യം. കാരണം എന്താണെന്നറിയട്ടെ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചിറങ്ങിയ ആ തലമുറ ആസ്വദിച്ചറിഞ്ഞ ഒരു ദൈവകൃപയുണ്ട്. അതിന്റെ വഴി തടയാൻ ഒരു ശക്തിയുമാവില്ല. സ്തോത്രം. നമ്മുടെ കൂടെ പ്രതാപശാലികളായ പലരും രംഗത്തിറങ്ങിയെങ്കിലും ആ പൂട്ടിക്കെട്ടിപ്പോയി, നാമാവശേഷമായി. നമ്മളിതിവിടെ നിൽപ്പുണ്ട് കേട്ടോ. ദൈവകൃപയാ, ദൈവകൃപ ഒന്ന് മാത്രം. ആ കൃപയോർത്ത് ദൈവത്തിന് മഹത്വമർക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുക, പറഞ്ഞ് അവസാനിപ്പിക്കുക. കടക്കുമ്പോഴേ 1-ാം നൂറ്റാണ്ടിലെ പോലെ അല്ല, കട്ടിക്കൂടി. കട്ടിക്കൂടി എന്ന് പറഞ്ഞാൽ അതിരൂക്ഷ പീഡ. പൗലോസിനെയൊക്കെ കൊന്ന രീതിയുണ്ട് 1-ാം നൂറ്റാണ്ടിൽ. 2-ാം നൂറ്റാണ്ടിൽ നമുക്കൊരു 40 വർഷം ഫ്രീ ആയിട്ട് കിട്ടി. ഏതാണ്ട് 3-ാം നൂറ്റാണ്ടില്ല, 211 മുതൽ, AD 211 മുതൽ 249 വരെയുള്ള ഏതാണ്ടൊരു കാലയളവിൽ സഭയ്ക്ക് കാര്യമായ പ്രശ്നമൊന്നുമില്ല. അന്നിട്ട് വളർന്നില്ല. ഇന്ത്യയിൽ നമ്മൾ കുറേ നാളല്ല സുഖമായിരുന്നു, എല്ലാ സൗകര്യമായിരുന്നു. അന്നൊന്നും നമ്മൾ വളർന്നില്ല. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ മഹാരാജ്യത്തിൽ ക്രൈസ്തവ സഭയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്.
അതിന് കാരണങ്ങൾ ഒത്തിരിയുണ്ട്, വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന അത്യുന്നതനാണ് ഭരണാധികാരികളെ ആക്കുന്നത്, വാഴിക്കുന്നത്. ദൈവം അറിയാതെ ആരും എവിടെയും ഭരിക്കില്ല. ആക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളെ ശക്തിപ്പെടുത്താൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴേ ഡീഷ്യസ് എന്ന പേരായ ഒരു ചക്രവർത്തി പിന്നെ വന്നു. ക്രൂരതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അവിടെ മുതൽ നമ്മളെ കൊല വിളിച്ചു. മനുഷ്യരെ കൊന്ന രീതികൾ ഒരു പൊതുജന പക്ഷം പ്രസംഗിച്ചു കൂടാത്ത വിധത്തിൽ കിരാതമായിരുന്നു. അതിലൊരു കാര്യം, അദ്ദേഹം ഭരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാകും, ഒരു സഹോദരി, പെർപ്പച്വ എന്നായിരുന്നു അവളുടെ പേര്. ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. പെർപ്പച്വ തൻ്റെ കൂട്ടുകാരിയായ ഫെലിസിറ്റയ്ക്കൊപ്പം അറസ്റ്റ് വരിക്കപ്പെട്ടു. സുന്ദരിയായ സുമുഖിയായ ഈ പെർപ്പച്വയും ഈ ഫെലിസിറ്റയും അറസ്റ്റ് വരിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, ക്രൂരന്മാരാ റോമിലെ പടയാളികൾ, അവർ നിങ്ങളുടെ ശരീരം വെച്ച് ചീന്തും, നിങ്ങൾ മാനഭംഗപ്പെടുത്തും, നിങ്ങൾ അടിമകളാകും, നിങ്ങൾ ചാട്ടക്കടികൾക്കും നിങ്ങളെ മൃഗങ്ങൾ കിട്ടുകൊടുക്കും. ഒറ്റ ഉപാധി, പരസ്യമായി ഒപ്പിട്ട് തരണം, നിങ്ങൾ ഇനിമേൽ യേശുവിൻ്റെ അനുഗാമികളായിരിക്കില്ലെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ രക്ഷിതാവുമായി രാജ്യം ഭരിക്കുന്ന ഡീഷ്യസ് ചക്രവർത്തിയെ അംഗീകരിക്കണം. പുഞ്ചിരിയോടെ ആ പെൺകുട്ടികൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ ദാരുണമായി കൊന്നു. ഇവളൊരു കന്യകയാണ്. എൻ്റെ ഉദരത്തിൽ 6 മാസത്തിലധികം പ്രായമുള്ള ഒരു കുഞ്ഞു വളരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിലും ഈ ലോകം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഉപേക്ഷിച്ച ഈ ശരീരം നിങ്ങൾക്ക് അർത്ഥ ചെയ്യാൻ ഏൽപ്പിച്ചു തരുന്നു. അവരെ കൊണ്ടിട്ടത് സിംഹത്തിൻ്റെ ഗുഹയിലാണ്. കൂട്ടുകാരിയെ സിംഹം കടിച്ചു കുടയുന്നത് ഗർഭവതിയായ പെർപ്പച്വ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. അവൾ അപ്പോൾ പറഞ്ഞു, കഠിനമായ വേദനയിൽ നീ ദുഃഖിക്കല്ല്, നീ ഭാരപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കണം. പറഞ്ഞു ഒടുക്കം ഈ പെൺകുട്ടി പ്രാണന വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ പെർപ്പച്വയെ അടുത്ത സുഖക്കൂട്ടിലേക്ക് ഇടുമ്പോൾ ഒരമ്മയല്ലേ അവൾ, തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിലെ ആ ശരീരമെന്ന് സങ്കല്പിച്ച് വയറിലേക്ക് കൈവച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചമക്കി കൈ പിടിച്ചുകൊണ്ടിരുന്നു. സിംഹം കടിച്ചു കുടഞ്ഞ് അവളുടെ ഉദരം കടിച്ചു കീറി ചോരക്കുഞ്ഞിനെയും കടിച്ചു കീറി തിന്നുന്നത് അബോധാവസ്ഥയിലെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു. അപ്പോഴൊക്കെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ത്യോക്യ മുതൽ ഇരുമ്പ് ചങ്ങല തലങ്ങും വിലങ്ങും കെട്ടി ചാട്ടാറിനടിയേറ്റ് റോം വരെ നടന്നുപോയ ജസ്റ്റിൻ എന്നു പേരായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. 1-2 പേരെയല്ല, കോടിക്കണക്കിന് മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ടവോ യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി. ഞാൻ വിശ്വസിക്കുന്നു, ഇനിയുള്ള കാലം അനുഭവമുള്ള ഈ മക്കളുടെ കാലം. കാറ് വാങ്ങാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നവന്റെ കാലമല്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന പ്രോസ്പിരിറ്റിയുടെ തിയോളജിയുടെ കാലമല്ല. അനുഭവ സമ്പന്നൻ യേശുവിൽ പ്രസംഗിക്കുന്ന അനുഭവസ്ഥരുടെ മാത്രം ഒരു കാലം. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഈ രാത്രി ആർക്ക് കഴിയും? അത് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറയുക, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർക്ക്? ഈ പ്രതിജ്ഞയേറ്റില്ല. ഒരു ശക്തിക്കും യേശുവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ മാറ്റിമറിക്കാൻ കഴിയില്ല. സ്തോത്രം. അതിൻ്റെ ഒരു പോയിന്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തീർത്താം. സഹോദരങ്ങളെ, എന്നെ ചോദിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന സ്ഥലമേതാ? ഞാൻ പറയും, യെരുശലേം ദേവാലയമല്ല, സോവിലെ സെൻറ്റ് ബസിലിക്ക അല്ല, അതുമല്ലെങ്കിൽ കേരളത്തിൽ നാമേര് അറിയപ്പെടുന്ന പള്ളിയല്ല, അതുമല്ലെങ്കിൽ സ്വർഗം പോലും അത്ഭുതപ്പെടുന്ന ഒരാരാധന സ്ഥലം കാണിച്ചു തരാ. അത് കാൽവറിയാണ്, ഗോൽഗോഥ. എന്താ സ്വർഗവും ശ്രദ്ധിക്കുന്നു പറയാൻ കാരണം? സ്വർഗത്തിലും പ്രകീർത്തിക്കുന്നു ഗോൽഗോഥയെ. എങ്ങനെയാണെന്നറിയണ്ടേ? ദൂതഗണങ്ങൾ പാടുന്ന പാട്ടിലും പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും ഞങ്ങളെ ദൈവത്തിനായി
വിലക്ക് വാങ്ങി. സ്തോത്രം. അതുകൊണ്ടേ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ സാധിക്കണം. ആ കാൽവരിയുടെ കൊലമരത്തിൽ പിടയുന്ന ക്രിസ്തുവിനെ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം, ഇവനാണ് എൻ്റെ കാന്തൻ, ഇവനാണ് എൻ്റെ രക്ഷകൻ, ഇവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഇവൻ മാത്രം എൻ്റെ രക്ഷകൻ. എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക? നമുക്കവൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം, ഇവനാണ് എൻ്റെ രക്ഷകൻ. അത് പറയാൻ ഒരു വലിയ കാരണമുണ്ട്. എന്താ നമ്മൾ യേശുവിൻ രക്ഷാകർത്താവിനെ കണ്ടെത്തിയത്? ഞാൻ പറയും, തലവേദന മാറ്റിയത് കൊണ്ടോ, പനി മാറ്റിയത് കൊണ്ടോ, രോഗം മാറ്റിയത് കൊണ്ടോ, കാറ് തന്നത് കൊണ്ടോ, വീട് തന്നത് കൊണ്ടോ അല്ല യേശു രക്ഷകനായത്. ഇതൊന്നും തന്നില്ലെങ്കിലും യേശു രക്ഷകനാ. അങ്ങനല്ലേ? ഞാൻ അതിന് പറയുന്ന ഒരു തെളിവുണ്ട്. എൻ്റെ മൂത്ത മോൾ MA ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അവൾ കൊച്ചു കുട്ടിയായിരിക്കും, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ക്ലാസ്സിൽ സ്കൂളിൽ അസംബ്ലിക്ക് നിന്ന് രാവിലെ തലചുറ്റി, വിഷയമൊന്നുമില്ല, ആഹാരം കഴിക്കാതെ പോയി, ധൃതി കാരണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാതെ പോയി. ആ മിസ്സ് വിളിച്ചു, ക്ലാസ് ഒന്ന് വരണേ. പ്രശ്നമൊന്നുമില്ല, അവൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം. ഞാൻ ധൃതി പിടിച്ചിരിക്കുന്ന സന്ദർഭമാണ്, എങ്കിലും ഓടിച്ചെന്നപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. ഓടിച്ചെന്നു, കാര്യമെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞു, ഇത്രയുള്ളോ സാറില്ല, അപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇല്ല, അവൾ എൻ്റെ കൂടെ വരണം. ഞാൻ ആവശ്യത്തിന് വഴക്ക് പറഞ്ഞു, വരണ്ടെന്ന്, ക്ലാസ്സിരി. എൻ്റെ ശകാര വാക്കുകൾ ഒത്തിരി കടുപ്പായപ്പം മിസ് പറഞ്ഞു, വരുന്ന വരട്ടെ, കൊണ്ടുപോകും. ഞാൻ കാറിലിരുത്തി ബാക്കി പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ അതിൻ്റെ ബാക്കി പറഞ്ഞു. ഒരു കരുണയും കാണിച്ചില്ല. അപ്പം കരുണ കാണിച്ചത് ആരാന്നറിയണ്ടേ? മിസ്. ചായ കൊടുത്ത ആരാന്നറിയണ്ടേ? ആയ. വീണപ്പോൾ താങ്ങിയത് ആരാന്നറിയണ്ടേ? ചുറ്റും നിന്നത്. ഒരു ഗുണമില്ലാത്ത ആരായിരുന്നു? ഞാൻ. എന്നിട്ട് ഈ കൊള്ളരുതാത്തവൻ്റെ കൂടെ എന്തോ കുഞ്ഞു വരും. കാരണം അവർക്കറിയാം, യഥാർത്ഥ രക്ഷകൻ ചായ തരുന്ന ആളല്ല, വീണപ്പോൾ പിടിക്കുന്ന ആളല്ല, യഥാർത്ഥ രക്ഷകൻ പോട്ടെ പറയുന്ന ആളല്ല, ഐസ്ക്രീം വാങ്ങിത്തരുന്ന ആളല്ല, വണ്ടിയെ കെട്ടുന്ന ആളല്ല, ഈ ചൂടാകുന്ന, തല്ലു കൊടുക്കുന്ന, കാറിലിരുന്ന് വഴക്ക് പറയുന്ന പപ്പയ യഥാർത്ഥ രക്ഷകൻ. ഈ പപ്പയെ കണ്ടിട്ടുണ്ടോ? ഈ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ദൈവത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് ആ ക്രിസ്തുവിൽ ജനിച്ചെങ്കിലേ ആ ബോധ്യം വരികയുള്ളെന്ന്, ആ ചിന്ത വരികയുള്ളെന്ന്. അല്ലല്ലോയാ. ഞാനതിന് പറയാറുണ്ട്, നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പപ്പ PTA വരുമ്പോൾ സഹിക്കാൻ വലിയ പാടാണ്. ശരിയല്ലേ? ഈ പഴയ പപ്പ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വലിയ പാടാന്ന് പഴയ ആൾക്കാരുടെ. ശരിയാണോ? ഇപ്പോഴത്തെ പോലെ അല്ലെന്ന്. ശരി, വലിയ മോശടന്മാരായ പല പപ്പമാരും ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്, സ്റ്റേജിലും ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നില്ല, അടിച്ച് പിള്ളേരുടെ തല പൊട്ടിക്കും. എൻ്റെ അച്ഛൻ ഒറ്റയടി, അത് കഴിഞ്ഞ കാര്യം പറയുള്ളൂ. മൂത്ത ചേട്ടൻ വേറെ അടി. മൂത്ത ചേട്ടൻ പറയും, ഇന്ന സാധനം മേടിച്ചോണ്ട് വാ. നമ്മൾ ഈ വണ്ടിച്ചേറ ഉരുട്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങോട്ടുണ്ട്, എവിടെ പോയിടാൻ ചൊരടിയാണ്. സാധനം മേടിച്ചോണ്ട് വരാത്ത ചേട്ടൻ്റെ അടി വേറെ. നമ്മൾ മിണ്ടരുത്. അടിയന്തരാവസ്ഥ പോലെ വളർന്ന് പിള്ളേര്. അല്ലേ? നമ്മൾ സ്കൂളിൽ വരുന്ന അപ്പൻ ടീച്ചറെ നോക്കിയിട്ട് പറയും, നല്ല തല്ല് കൊടുത്തേക്കണം. എന്തിനാന്ന് പോലും അറിയില്ല. വാഴക്കൊലയുടെ കറ പിടിച്ച് അറ്റുവിട്ട് ഒരു ചെറിയ മുണ്ടും തോളിലിട്ട് വരുന്ന അപ്പൻ ഒരു പ്രാകൃതനായിട്ടാ അന്ന് തോന്നുന്നല്ലേ? അമ്മയാ വരുന്നെങ്കിൽ ഒരു ആശ്വാസം. അപ്പൻ വന്നാൽ വലിയ വിഷയമാണ്. സത്യമല്ലേ? അപ്പനോട് ഏതാണ്ടൊക്കെ ഒരു എതിർപ്പ് വന്നിട്ടില്ല? ഇല്ലേ? ഉണ്ടെന്ന്. പെമ്പിളർ കത്ര കണ്ടില്ല, ആമ്പിള്ളേർക്കുണ്ട്. അപ്പനോട് ഏതാണ്ടെന്ന് ഈ പുള്ളി ഒന്ന് പോയ കൊള്ളാറ്. എതിരിക്കുക പുള്ളി. എൻ്റെ മോൻ ചിലപ്പോഴൊക്കെ ചോദിക്കും, പപ്പ ഇന്നങ്ങ് പോകുന്നില്ലേ? പിണക്കുണ്ടായിട്ടല്ല, നമ്മളൊന്ന് പോകണം. അല്ലേ? പ്രായമുള്ളവരോട് ചോദിക്കാം, തിരിഞ്ഞിരുന്ന് ആ പഴയ പപ്പയൊന്ന് ഓർത്തേ. ആ തല്ലിയ പപ്പയെ, വാഴക്കറ പുരണ്ട ഷർട്ട് വിട്ട് ക്ലാസ്സിൽ വന്ന പപ്പയെ, വഴി വെച്ച് തല്ലിയ പപ്പയെന്ന് ഓർക്കുമ്പോൾ
ആർക്കെങ്കിലും വിരോധമുണ്ടോ? ആ തല്ല് കാരണോ നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്? ശരിയാണോ? എവിടെ പോയാലും പറയും ഈ പപ്പ തന്നെയാ എൻ്റെ പപ്പ. ക്രിസ്തുവിൽ ജനിക്കുമ്പോഴും ബാലശിക്ഷ കിട്ടും, ചിലപ്പോഴൊക്കെ ചിലത് കിട്ടാതെ വരും, കാറും വീടും ഒക്കെ കിട്ടാതെ വരും. നമുക്ക് പറയാം മരണം വരെ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പപ്പ തന്നെ എൻ്റെ പപ്പ, നീ തന്നെ എൻ്റെ രക്ഷകൻ. അതിൻ്റെ അർത്ഥം ഇതൊന്നും തരികയില്ലെന്നല്ല, പപ്പ അധ്വാനിച്ചതെല്ലാം നിനക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം അവൻ്റെ പക്കലുണ്ട്. പക്ഷെ അത് നോക്കിയല്ല നമ്മൾ അവൻ സ്വീകരിക്കുന്നേട്ടാ. അതിലൂടെ ഈ വിഷയം പറയേണ്ടത് ഞാൻ പറയുന്ന ഉദാഹരണം പറഞ്ഞ് നിർത്താം. നമ്മുടെ അപ്പാവട് ഗൾഫിലോ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോകുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ ആൾക്ക് നല്ല ജോലിയായത്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്ന ഒരു 25 കൊല്ലത്തിനുള്ളിൽ അതിനുമ്പോൾ കട്ടിപ്പണിയാണ്. ഒട്ടകത്തിന് വെള്ളം ഒരു അറബിയുടെ വീട്ടിലെന്തെങ്കിലും ജോലിയോ കാറ് കഴിവൊക്കെ അത് പറയാൻ മടിക്കണ്ടെന്നേ. ജോലിയെല്ലാം മാന്യല്ലേ, പണി ചെയ്ത് ജീവിച്ചു എന്ന് പറഞ്ഞ് മോശമാണോ? അപ്പോൾ അങ്ങനെ കമ്പള വളർത്തിയേ നമുക്കെന്താ? അങ്ങനെയല്ലേ റബ്ബർ ടാപ്പ് ചെയ്തും വാഴക്കൊല വിറ്റും കന്നുകാലിയെ നോക്കിയൊക്കെയല്ലേ അപ്പനും അമ്മയൊക്കെ വളർത്തിയേ. ഗൾഫിൽ പോയി ചില ആളുകളെ കണ്ടല്ല, ദുഷ്ടന്മാരായ മനുഷ്യരുണ്ടോന്നറിയണ്ടേ. വഴിയൊരു നല്ല വീട് കണ്ടാൽ പറയും കണ്ടോ ഗൾഫ് ഗുണമാ കൊണ്ടിറക്കുക. എടാ ഭാര്യയും പിള്ളേരെയൊക്കെ ഇട്ടിട്ടേ ആ മരുഭൂമി പോയി താമസിക്കുന്നവൻ്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് അറബിയുടെ തെറിയട്ടെ ഒട്ടകത്തിൻ്റെ ചവിട്ടും കെട്ടേ കൊണ്ടേ അയാളൊരു നല്ല വീട് വെക്കുമ്പോൾ ഹൃദയം തുറന്നൊരു നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. സന്തോഷമില്ലല്ലേ? അതാ അവൾ ശരിയാകാത്ത പോട്ടെ. എന്നാൽ ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം അറിയുന്നു പപ്പ വരിക. 2-3 വർഷം കൂടുമ്പോഴാണ് അപ്പോൾ വരുന്നത്. വീട്ടിൽ നിന്ന് പിള്ളേർ ഓരോന്ന് എഴുതി. ചെറുക്കൻ പറഞ്ഞു സൈക്കിൾ വേണം, അപ്പൻ വേറൊന്ന് പറഞ്ഞു, അമ്മ വേറൊന്ന് പറഞ്ഞു, കൂട്ടുകാരൻ വേറൊന്ന് പറഞ്ഞു. ഓരോന്നും ഇങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം എഴുതി ഇന്നത് വേണമെന്ന് പറയാത്ത ഒരാളുണ്ട് അവിടെ. അത് ഭാര്യ, അറിയാമോ? ശരിയാണോ? വിവരമുള്ള ഭാര്യയുടെ കാര്യമാവും പറഞ്ഞു. ചിലവളുമാർ പറയും അച്ഛാ വന്നില്ലേലും ഫ്രിഡ്ജ് പിടിക്കാനുള്ള പൈസ ഇട്ടാൽ മതി. അവളെ അല്ല ശവിക്കപ്പെട്ടത്, നിൻ്റെ കാര്യമല്ല പറഞ്ഞു പോട്ടെ. അച്ഛാൻ വന്നില്ലേലും കാറിനുള്ള EMI ഈ മാസം ഇട്ടേക്കണം. അച്ഛാൻ വരണ്ട, 10 വർഷം കഴിഞ്ഞു വന്നാലും കുഴപ്പമില്ല. അവളെ അല്ല. അങ്ങനെ ഇരിക്കേ ഭർത്താവ് ചോദിച്ചു നിനക്കത് വേണം? ഇവിടെ ഒന്നിനൊരു കുറവില്ല, ഇഞ്ഞു വന്നാൽ മതി. ആൾ വന്നേ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. നമ്മൾ ഇന്നോവയൊക്കെ എടുത്ത് കൊണ്ടുവരാൻ ചെന്ന പലതരം പാഴ്സലിൽ ഇങ്ങോട്ട് കിട്ടിയ ഈ ലഗേജുകൾ അങ്ങോട്ട് കിട്ടുമ്പോൾ ഈ പയ്യൻ്റെ വിചാരം സൈക്കിളുണ്ടോന്ന് അതിനകത്ത്. അപ്പൻ പറഞ്ഞു വിട്ട് സാധനം ഉണ്ടോന്നാ പുള്ളി ചിന്ത, കൂട്ടുകാരന് വേറൊരു ചിന്ത. ഒരാൾ മാത്രം ശ്രദ്ധിച്ചാരെയാ? കാന്തനാ. ക്ഷീണിച്ചോ? ആരോഗ്യമുണ്ടോ? സംതൃപ്തിയാണോ? കുട്ടിയെടുത്തു, അപ്പനെ ചുംബിച്ചു, ചേർത്ത് പിടിച്ചു. ഭാര്യ മാത്രം അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ആ കണ്ണിന്ന് കണ്ണീര് വീഴുന്നുണ്ട്. വീട്ടിൽ വന്നു. അവൾ മാത്രമൊന്നും ചോദിച്ചില്ല, എല്ലാവർക്കും എടുത്തെടുത്ത് കൊടുത്തു. അവൾ മാത്രം ഒന്നും ചോദിച്ചില്ല. ഇതിൻ്റെ അർത്ഥം കാന്തൻ വെറും കൈയോടെ വന്നതാണോ? അങ്ങനെയാണോ? ആ പാഴ്സലിൽ ഏറ്റവും നല്ലത് ഒന്നും പറയാതെ അവൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം തരികയില്ല. നമ്മുടെ സ്വകാര്യതയിൽ ഈ സാധനം കൊണ്ട് തരുമ്പോൾ അവൾ എടുത്ത് നോക്കും. നോക്കിയിട്ട് ഇത്ര നല്ലതാണെങ്കിലും അവളൊന്ന് സ്മെല്ല് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് പറയും കൊള്ളാം, ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങയെ കാത്ത ഇതുവരെ ഞാനിരുന്നു. ഇങ്ങനെ യേശുവിനെ കത്തിരിക്കുന്ന കാന്തയാണ് എടുക്കപ്പെടാൻ പോകുന്നു കേട്ടോ. ചുമ്മാ ഒട്ടുമ്പോഴോ അല്ല, അവനെ കാത്തിരിക്കണം. സ്വർഗത്തിലും നിന്നല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അവൻ്റെ മനോഹരത്വങ്ങൾ അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. ഒന്നുറപ്പിച്ചു പോകാം. സ്വർഗത്തിൽ പോകുന്നതേ ജീവജലനദിയോ മനോഹരമായ ഉദ്യാനങ്ങളോ തങ്കത്തെരുവീഥികളോ അല്ല ത്രസിപ്പിക്കുന്ന കാര്യം. കാന്ത, നിന്നെ കാണാൻ
എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ അനുഗമിക്കണം. ഈ ബോധമുള്ള നമുക്ക് ആ ദൃഢപ്രതിജ്ഞ ചെയ്തു മടങ്ങാം. ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപിരിക്കാനാവില്ല, എന്നെ ആർക്കും വേർപിരിക്കാനാവില്ല. മരിച്ചടങ്ങും വരെ ഞാൻ നിന്റെ തിരുമാർവിൽ ഒട്ടിക്കിടക്കും. ആർക്കും എടുത്തു മാറ്റാനാവാത്ത വിധത്തിൽ ഞാൻ നിന്നോട് ചേരും. ഇന്ന് രാത്രി യേശുവിന് വേണ്ടത് മരണം വരിക്കേണ്ടി വന്നാലും വിട്ടുപിരിയാത്ത ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തിൽ യേശുവിനെ അനുധാവനം ചെയ്യാൻ ചില തയ്യാറെടുക്കണം. അതാണ് അതിന് കഴിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശുവേ, ഞാൻ നിന്നെ അനുഗമിക്കുന്നു. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർ യേശുവിനെ അനുഗമിച്ചവരാണ്. ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടെങ്കിൽ അവനെ രക്ഷകനായി സ്വീകരിക്കണേ. സ്നാനമറ്റ് ആത്മനിറവിൻ ജീവിതം നയിക്കാൻ സന്നദ്ധനാകണേ. അങ്ങനെ സന്നദ്ധായവർ യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി യേശുവിന് വേണ്ടി നിൽക്കാൻ സന്നദ്ധരാകണമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കൊരുമ്പട. ആ സർവശക്തന് നമ്മെ തന്നെ ഏൽപ്പിക്കാം. യേശുവിനെ ഗമിക്കാൻ, യേശുവിനെ പ്രസംഗിക്കാൻ, സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ. ഈ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ സമർപ്പണം ചെയ്തവരുണ്ടെങ്കിൽ അവർ കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. വിളിക്കുന്നവർ പുറത്തോ ചില കരമുയർത്തുന്നു. യേശു നിങ്ങളെ തൊടട്ടെ. യേശുവിൻ്റെ സ്വാന്തനം നിങ്ങളുടെ മേൽ വാഴട്ടെ. എനിക്ക് യേശുവിനോട് ചേരണം, സ്നാനമേൽക്കണം, യേശുവിനെ പ്രസംഗിക്കണം, യേശുവിൻ്റെ സാക്ഷിയാകണം. ഞാൻ സ്നാനമേറ്റു, എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി മരണം വരെ പൊരുതി നിൽക്കണം. മരിച്ചല്ലാതെ എനിക്ക് യേശുവിൽ നിന്ന് മാറാനാവില്ല. സമർപ്പണം ചെയ്ത ഇനിയും ആരുണ്ട്? അവർക്കും കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് ചില കരം കൂടി ഉയരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളെ തൊട്ടെ. ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരാളെങ്കിലും പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും യേശുവിനെ സ്വീകരിക്കാം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ആത്മസമർപ്പണം ചെയ്ത ഈ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മീതെ നിന്റെ ശക്തി വ്യാപരിക്കണം. നിന്നെ ശക്തിയുക്തം അനുധാവനം ചെയ്യാൻ, അനുഗമിക്കാൻ കഴിയത്തക്ക വിധത്തിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.